ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഈ ചാപ്റ്ററിൽ we may discuss about the organization or the structure of computer and about different number systems, the conversion between these number systems. These all things will be discussed in detail in this chapter. നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ കാണുന്നത് രണ്ട് വാക്കുകളാണ്. ഡെയിലി ലൈഫിൽ നമ്മൾ വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ. And what are that terms means? They are data and information. Data എന്നും ഇൻഫർമേഷൻ എന്നും ഉള്ള രണ്ട് വാക്കുകൾ. ദേ ആർ നോട്ട് അൺഫെമിലിയർ വേർഡ്സ്. നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളല്ല, നമ്മൾ വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ദ ഡിഫറൻസ് ഇൻ മീനിങ് അത് നമുക്ക് വളരെ അൺഫെമിലിയർ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇത് വളരെ ഒരേ അർത്ഥത്തിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. പക്ഷേ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇവയുടെ മീനിങ്ങിൽ വ്യക്തമായിട്ടുള്ള വ്യത്യാസമുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ ഡേറ്റ മീൻസ് ദേ ആർ അൺഓർഗനൈസ്ഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് അല്ലാത്ത റോ ആയിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് ഡേറ്റ എന്ന് വിളിക്കുന്നത്. ഇൻഫർമേഷൻ മീൻസ് ദേ ആർ പ്രോസസ്ഡ് ഡേറ്റ. പ്രോസസ് ചെയ്യപ്പെട്ട ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് സിമിലർ ആയിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. പ്രോസസ് ചെയ്യപ്പെട്ട ഡേറ്റയാണ് ഇൻഫർമേഷൻ. അപ്പോൾ ഇത് തമ്മിൽ വ്യക്തമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡേറ്റയുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇഫ് ഐ എം റൈറ്റിംഗ് 27 രാജു SBT, that is an example for data. That are unorganized. We are not getting any idea from that. ഒരൊറ്റ മൊമെന്റിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടണമെന്നില്ല അതെന്താണെന്നുള്ളത്. ഇനി നമ്മൾ ഇൻഫർമേഷനെ പറ്റി പറയുകയാണെങ്കിൽ, താഴെ ഞാൻ എഴുതിയിരിക്കുന്ന ആ ബോക്സ് നോക്കുക. അതിനകത്ത് ഏജ് 27, നെയിം രാജു, ബാങ്ക് SPT എന്ന് കൊടുത്തിരിക്കുന്നു. വി ആർ ഗെറ്റിംഗ് സം ഐഡിയ അബൌട്ട് ദാറ്റ്. രാജു എന്ന പേരുള്ള ആള്, അയാളുടെ ഏജ് ആണ് 27, അയാളുടെ ബാങ്ക് ആണ് SPT. ഓക്കെ. അപ്പം ഇവിടെ ഈ പറഞ്ഞ നേരത്തെയുള്ള ഡേറ്റനെ ഒന്ന് പ്രോസസ് ചെയ്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഇൻഫർമേഷൻ. സോ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ആർ two different things, even though we are using these two things with the same meaning in daily life. നമ്മൾ സാധാരണ ജീവിതത്തിൽ അങ്ങനെ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുമെങ്കിലും ഇൻ കമ്പ്യൂട്ടർ സയൻസ് ദേ ഹാവ് ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ് മീനിങ് ആൻഡ് ദാറ്റ് ആർ ഡിഫറെന്റ്. ഓക്കെ, ഡേറ്റയും ഇൻഫർമേഷനും വ്യത്യാസമാണ്. ആൻഡ് വെൻ വി സീ ദ ഡിഫറൻസ്, നമ്മൾ അതിന്റെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ, ഡേറ്റ മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഇൻഫർമേഷൻ മീൻസ് ദേ ആർ പ്രോസസ്ഡ് ഡേറ്റ, ആൻഡ് ഡേറ്റ ഈസ് സിമിലർ ടു റോ മെറ്റീരിയൽ. എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ അസംസ്കൃത വസ്തു, അതിന് സിമിലർ ആണ് ഡേറ്റ. ആൻഡ് അബൌട്ട് ഇൻഫർമേഷൻ, ദേ ആർ സിമിലർ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. റോ മെറ്റീരിയൽ ഉപയോഗിച്ച്, അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ദാറ്റ് ഈസ് സിമിലർ വിത്ത് ഇൻഫർമേഷൻ. പിന്നെ ഡേറ്റ കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. നേരിട്ട് നമുക്ക് ഡേറ്റ ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് ഇൻഫർമേഷൻ ക്യാൻ യൂസ് ഡയറക്ട്ലി, ഓർ യു ക്യാൻ സേ ഇറ്റ് വിൽ ആഡ് ടു അവർ നോളജ്. നമ്മുടെ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ അത് അറിവിലേക്ക് അത് ആഡ് ചെയ്യപ്പെടും. ക്യാൻ ബി ഡയറക്ട്ലി യൂസ് എന്നുള്ളതിന് വേറൊരു സെന്റൻസ് പറയുകയാണ്. ആൻഡ് ദി ഇൻഫർമേഷൻ വിൽ ഹെൽപ്പ് us ടു ടേക്ക് ഡിസിഷൻസ്. ആൻഡ് അബൌട്ട് ഡേറ്റ, ദേ മേ നോട്ട് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. ഈ ഡേറ്റ എന്ന് പറയുന്ന സാധനം വളരെ കൃത്യമാകണമെന്നില്ല, വളരെ ഷോർട്ട് ആകണമെന്നില്ല, ക്ലിയർ ആകണമെന്നില്ല. പക്ഷേ അബൌട്ട് ഇൻഫർമേഷൻ ദേ വിൽ ബി ക്ലിയർ ആൻഡ് മീനിങ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഈ 4 ഡിഫറൻസ് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഓക്കെ, നമ്മൾ ആ ഡേറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം കണ്ടു. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഡേറ്റ. ഇനി നമ്മൾ ഡേറ്റ പ്രോസസ്സിംഗ്, ഡേറ്റനെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രവർത്തനം, ഇത് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ ഈസ് എ ഡേറ്റ പ്രോസസ്സിംഗ് മെഷീൻ. എന്താണ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ് ആൻസർ. ഡേറ്റയെ പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് കമ്പ്യൂട്ടർ. അങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിനെ ഡിഫൈൻ ചെയ്യാം. സോ ദ ടേം ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അബൌട്ട് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്കാണ് ഡേറ്റ പ്രോസസ്സിംഗ്. സോ വാട്ട് ഈസ് ഡേറ്റ പ്രോസസ്സിംഗ്? ഇറ്റ് ഈസ് ആക്ടിവിറ്റി ഓഫ് കൺവേർട്ടിംഗ് ഡേറ്റ ഇൻടു ഇൻഫർമേഷൻ. ഓക്കെ, ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഡേറ്റ പ്രോസസ്സിംഗ്. ദിസ് ഈസ് ആക്ടിവിറ്റി ഡൺ ബൈ ഓൾ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ എല്ലാ കമ്പ്യൂട്ടറും ചെയ്യുന്ന ആക്ടിവിറ്റി ഇതാണ്. ഏത്? ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ ഈ ഡേറ്റ പ്രോസസ്സിംഗിന്റെ സ്റ്റെപ്സ് നോക്കാം, വേഗത്തിൽ നോക്കാം, സമയം കളയണ്ട. ഫസ്റ്റ് വൺ ഈസ് ക്യാപ്ചറിംഗ് ഡേറ്റ, സെക്കൻഡ് വൺ ഈസ് ഇൻപുട്ട്, ദെൻ തേർഡ് വൺ ഈസ് സ്റ്റോറേജ്, ദെൻ ഫോർത്ത് വൺ ഈസ് മാനിപ്പുലേറ്റിംഗ് ഡേറ്റ, ഓർ വിൽ സേ processing data, then
fifth one is output, then sixth one is distribution of information. We want to see each step in detail. ഓരോ സ്റ്റെപ്പും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാപ്ചറിങ് ഡാറ്റ. ക്യാപ്ചറിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമ്മൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് +2 അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ യു ആർ ഗോയിങ് ട്രൈങ് ടു അപ്ലൈ ഇൻ എ വെബ്സൈറ്റ് അല്ലേ? HSCAP എന്ന പേരുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇത് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ സ്കൂളിലായിരിക്കാം, അല്ലെങ്കിൽ അക്ഷയ സെന്റർ പോലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി ആയിരിക്കാം. wherever it is, they will collect your data എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, നിങ്ങളുടെ കാറ്റഗറി, ഇതൊക്കെ അവർ കളക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട കോഴ്സ്, ഓപ്റ്റ് ചെയ്യുന്ന സ്കൂള്. സോ they may collect that data in some paper. Okay, this paper is known as source documents. അത് പേപ്പർ ഫോംസ് ആണ്. നമ്മൾ ആ കൃത്യമായ ചിലപ്പോൾ അത് പ്രിന്റഡ് ആയിട്ടുള്ള കൃത്യമായ ഫോംസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എഴുതി കൊടുക്കുന്നതായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, വാട്ട് ദേ ആർ റെക്കോർഡിംഗ് അവർ ഡാറ്റ. ഓക്കെ, ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ് ക്യാപ്ചറിംഗ് ഡാറ്റ. ഇങ്ങനെ നമ്മളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ക്യാപ്ചറിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഇത് കളക്ട് ചെയ്ത ഡാറ്റ, ഇപ്പോൾ അക്ഷയ സെന്റർ ആയിക്കോട്ടെ, ദേ വിൽ ഫീഡ് ദിസ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ. ഓക്കെ, ആൻഡ് ദാറ്റ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ് ഇൻപുട്ട് ഓഫ് ഡാറ്റ. അപ്പൊ 2 സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ്, സ്റ്റോറേജ്. ഈ ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ കേസിലാണെങ്കിൽ ഉടനെ തന്നെ അലോട്ട്മെന്റ് വരണമെന്നില്ല. ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും പലപ്പോഴും അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും, ചിലപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും. ഇത്രയും സമയം എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അപ്പം you already entered some data to the computer, and these data will be stored in some servers for future processing. ഈ പറഞ്ഞ നിങ്ങൾ എൻ്റർ ചെയ്ത ഡാറ്റ പല സെർവറുകളിലും ഭാവിയിലേക്കുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി, അലോട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. ഇനി 4ാമത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, this data which is stored in some servers will be taken, and many operations like classification, comparison, sorting, filtering, everything will be done on that, and this stage is known as processing of data. അപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച ആ പറയുന്ന ഡാറ്റ ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് നടത്തുന്നു. ഓക്കെ, ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ്സിംഗ് സ്റ്റേജ്. ഇതാണ് ഇതിനകത്ത് കീ ആയിട്ടുള്ള സ്റ്റേജ്. അതിന് വേറൊരു വാക്കും പറയാം, മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. Then next step is output. In this stage, output is ready. Okay, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള അലോട്ട്മെന്റ്, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ആ എക്സാമ്പിൾ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ദ അലോട്ട്മെന്റ് ഈസ് റെഡി, യു കെയിം ടു നോ ദ അലോട്ട്മെന്റ് ഈസ് പബ്ലിഷ്ഡ് എന്നുള്ള അറിവിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള കാൽക്കുലേഷന് ശേഷം probably this result will be stored again in some servers, some memory locations, and one day they will be published this allotment, and that stage is known as output of information. The information here, the processing is over, the information is ready, and that is ready to publish. Okay, അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇനി അത് പബ്ലിഷ് ചെയ്തുകൊണ്ട് കാര്യമില്ല, you must get that information, you must get that allotment. So in this stage, probably by taking printouts, or sometimes without taking printouts, by displaying on monitors, that information is distributed to the beneficiaries, and this stage is known as distribution of information. അത് പ്രിന്റ് ഔട്ടുകളായിട്ടും അല്ലാതെയും അതിൻ്റെ ഉപഭോക്താക്കളിലേക്ക് ഈ പറഞ്ഞ ഇതെത്തുന്നു. ഇതാണ് 6ാമത്തെ സ്റ്റേജ്. സോ വി ഹാവ് 6 stages. വളരെ സിമ്പിൾ ആണ്. 6 സ്റ്റേജുകളുണ്ട്. ക്യാപ്ചറിംഗ് ഓഫ് ഡാറ്റ, ഇൻപുട്ട് ഓഫ് ഡാറ്റ, ഇൻപുട്ട് മീൻസ് ഫീഡിംഗ് ഓഫ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ, then storage of data, they are stored in some memory locations for future processing, then processing means this different calculations are done on it, then next stage is output of information, the last stage is distribution of information. Okay, ഇങ്ങനെ 6 സ്റ്റേജുകളാണ് എന്തിനുള്ളത്, ഡേറ്റ പ്രോസസ്സിങ്ങിന് ഉള്ളത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് കമ്പ്യൂട്ടറിന്റെ വിവിധ ഫങ്ഷണൽ യൂണിറ്റ്സിനെ പറ്റിയാണ്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിലെ തൊട്ടേ കേൾക്കുന്നതാണ്. എന്താണ് ഡിഫറെന്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ? ഓക്കെ, ആദ്യത്തെ ഫങ്ഷണൽ യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ്, the second we will see central processing unit, then we will see memory unit, then output unit. Okay, ഇങ്ങനെ വിവിധ
ഘടകങ്ങൾ, ഫങ്ഷണൽ യൂണിറ്റ്സ്, പ്രവർത്തന ഘടകങ്ങൾ കമ്പ്യൂട്ടറിലുണ്ട്. ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം there will have input unit and there will have central processing unit and there will have a memory unit or we'll say storage, then we have output unit. ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം. അതിനുമുമ്പ് when we see a block diagram, this is very important diagram, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. നിങ്ങൾ കേട്ടല്ലോ, ഒരു ഇൻപുട്ട് യൂണിറ്റ്, ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി, പ്രൈമറി രണ്ട് തരത്തിലുള്ള സ്റ്റോറേജ് ഉണ്ട്. We will see that. Then there is a CPU, central processing unit. Inside that there is a control unit, there is an arithmetic and logic unit, and there are some registers. അത് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു പാർട്ട് ഉണ്ട്. പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ്, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നത്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് സ്റ്റോറേജിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു, അവിടുന്ന് സ്റ്റോറേജിൽ നിന്ന് പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കുന്നു, പ്രോസസ് ചെയ്ത റിസൾട്ട് വീണ്ടും ചിലപ്പോൾ സ്റ്റോറേജ് സ്റ്റോർ ചെയ്യപ്പെടാം, അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് പോകുന്നു. ഓക്കെ, റിസൾട്ടായിട്ട്, ഇൻഫർമേഷൻ ആയിട്ട് ഔട്ട്പുട്ടിലേക്ക് പോകുന്നു. ഇതാണ് ഈ ഡയഗ്രത്തിൽ, ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ, കമ്പ്യൂട്ടറിന്റെ ഓർഗനൈസേഷൻ കാണിച്ചിരിക്കുന്ന ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേര് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നാണ്, കമ്പ്യൂട്ടറിന്റെ ഘടന. വോൺ ന്യൂമാൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആണ് ഈ ഘടന കാണിച്ചത്. അതായത് ഇങ്ങനെ ഇൻപുട്ട് യൂണിറ്റ് വേണം, there is a storage unit which is interacting with the input unit, and there is a processing unit which will take the data from the input storage unit, and there is an output unit that will show the results or that will give the informations to the external world. ഓക്കെ, അങ്ങനെ 4 ഘടകങ്ങൾ ഉണ്ടാവുമെന്നും ആ 4 ഘടകങ്ങൾ ഈ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞ സയന്റിസ്റ്റ് ഈ പറഞ്ഞ വോൺ ന്യൂമാൻ ആണ്, ജോൺ വോൺ ന്യൂമാൻ. ഓക്കെ, അപ്പൊ അദ്ദേഹം കാണിച്ച ഘടനയാണ്, കമ്പ്യൂട്ടറിന്റെ ഘടനയാണിത്. ഇനി നമ്മൾ ഓരോ ഇതിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഘടനയെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം ഇത് ഹാർഡ്വെയറിന്റെ ഘടനയാണ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. കമ്പ്യൂട്ടറിനെ രണ്ടായിട്ട് തിരിക്കാം, ഹാർഡ്വെയർ പാർട്ടും സോഫ്റ്റ്വെയർ പാർട്ടും അല്ലേ. ആ ഹാർഡ്വെയർ പാർട്ടിലാണ് ഈ പറഞ്ഞ ഇൻപുട്ട് യൂണിറ്റ്, CPU, മെമ്മറി, ഔട്ട്പുട്ട് നമ്മൾ ഈ കണ്ട ഭാഗമുള്ളത്. സോഫ്റ്റ്വെയർ പാർട്ട് ഡിഫറൻ്റ്ലി വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇനി ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമുക്ക് എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് ഡേറ്റ സ്വീകരിക്കാനുള്ള, ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും സ്വീകരിക്കാനുള്ള പ്രത്യേക കമ്പ്യൂട്ടർ ഘടകങ്ങളാണ് ഈ പറഞ്ഞ ഇൻപുട്ട് യൂണിറ്റ്. യു നോ ദാറ്റ്, ആൻഡ് എക്സാമ്പിൾസ് അറിയാം. കീബോർഡ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇൻപുട്ട് യൂണിറ്റ്, ആൻഡ് ദർ ഇസ് മൗസ്, സ്കാനർ, മൈക്ക്, ക്യാമറ, ഇതൊക്കെ എന്താണ് ഇൻപുട്ട് യൂണിറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഈ പറഞ്ഞ ഇൻപുട്ട് യൂണിറ്റ്സ് എല്ലാം എന്ത് ചെയ്യും, എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് ഡേറ്റ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഡേറ്റ അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ആ ഡേറ്റ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഫോമിലേക്ക് they will convert that data into a computer acceptable form, and then finally they will feed that converted instructions and data to the computer. അപ്പം 3 തരത്തിൽ അതിന്റെ പ്രവർത്തനം പറയാം. ജസ്റ്റ് അത് ഡേറ്റ റിസീവ് ചെയ്യുക മാത്രമല്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിലേക്ക് മാറ്റുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പ് കൺവേർട്ട് ചെയ്യുന്നു, മൂന്നാമത്തെ സ്റ്റെപ്പ് അത് കമ്പ്യൂട്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 3 കാര്യങ്ങൾ ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നു. ഞാൻ കുറച്ച് വേഗത്തിൽ പോവാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ അറിയാം. ഇറ്റ് വിൽ കൺട്രോൾ ആൻഡ് ഇറ്റ് വിൽ ഓപ്പറേറ്റ്, ഇറ്റ് വിൽ കോർഡിനേറ്റ് ഓൾ ദ ഓപ്പറേഷൻസ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസും കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ് എന്ത്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയാം. there is a microprocessor inside this CPU which is responsible for all activities that takes place in the CPU. ഇതിന് 3 തരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ സി അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. നിങ്ങൾക്കറിയാം, എല്ലാ തരത്തിലുള്ള അരിത്തമെറ്റിക്കൽ ആയിട്ടുള്ള ലോജിക്കലുമായിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്തുന്ന കമ്പ്യൂട്ടർ ഭാഗമാണ് ALU അല്ലെ. വിവിധ തരത്തിലുള്ള കാൽക്കുലേഷൻസ്, അത് അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ആകാം, ലോജിക്കൽ കാൽക്കുലേഷൻസ് ആകാം. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. അതെല്ലാം ചെയ്യുന്ന കമ്പ്യൂട്ടർ ഭാഗമാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ആൻഡ് വി ഹാവ് കൺട്രോൾ യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ എല്ലാ യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, എല്ലാ യൂണിറ്റും എങ്ങനെ എപ്പോഴും റെസ്പോണ്ട് ചെയ്യണം, പിന്നെ അതിനെ മാനേജ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഘടകമാണ്, CPU-ന്റെ ഘടകമാണ് കൺട്രോൾ യൂണിറ്റ് അല്ലെ. കമ്പ്യൂട്ടറിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസുകളെയും, കമ്പ്യൂട്ടറിന്റെ മറ്റെല്ലാ ഭാഗങ്ങളെയും, everything is managed by a CPU part which is known as control unit. പിന്നെ നമുക്കറിയാവുന്ന രജിസ്റ്റേഴ്സ് ആണ്, വളരെ സിമ്പിൾ ആണ്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനുള്ളിലുള്ള ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് രജിസ്റ്റേഴ്സ് അല്ലെ. ഈ നമ്മൾ പഠിച്ചതാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ വളരെ ചെറിയൊരു മെമ്മറി ഉണ്ട്. ഈ മെമ്മറിയിൽ
വിവിധ തരത്തിലുള്ള ഡേറ്റ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. ഇത് CPU വർക്ക് ചെയ്യുന്ന സമയത്ത് CPU ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, CPU സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മെമ്മറിയാണ്. പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതല്ല, CPU ആവശ്യമുള്ള ഡേറ്റകളും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആയിരിക്കും ഈ പറഞ്ഞ രജിസ്റ്ററിൽ ഉണ്ടാകുക. അങ്ങനെ CPU ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന CPU ഉള്ളിലുള്ള വളരെ ചെറിയ ഒരു മെമ്മറി ലൊക്കേഷനാണ് രജിസ്റ്റേഴ്സ്. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് CPU-നുള്ളത്. ഇനി നമുക്ക് കാണേണ്ട സ്റ്റോറേജ് യൂണിറ്റ് ആണ്. നിങ്ങൾക്കറിയാം, കേട്ടിട്ടുള്ളതാണ്. സ്റ്റോറേജ് യൂണിറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ദേ ആർ യൂസ് ടു സ്റ്റോർ, അല്ലെ, ദേ ആർ യൂസ് ടു സേവ്, ദേ ആർ യൂസ് ടു കീപ് ദ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ, പല ഡിവൈസുകൾക്ക് വേണ്ടി യൂസർ ഫീഡ് ചെയ്യുന്ന ഡേറ്റയും പ്രോസസ് ചെയ്തതിനു ശേഷം ഉള്ള ഇൻഫർമേഷൻസും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ഭാഗമാണ് സ്റ്റോറേജ് യൂണിറ്റ്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു 2. പ്രൈമറി മെമ്മറി, നമ്മൾ അതിന്റെ മെയിൻ മെമ്മറി എന്ന് വിളിക്കും. റാം റോം ഒക്കെ അതിന്റെ ഭാഗമാണ്. അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം റാം റോം. ഓക്കെ, ദെൻ സെക്കൻഡറി മെമ്മറി, അതിന് നമ്മൾ ഓക്സിലറി മെമ്മറി എന്ന് വിളിക്കും. ഹാർഡ് ഡിസ്ക്, ഓക്കെ, പിന്നെ CD, DVD, USB ഡ്രൈവ്, ഇതൊക്കെ സെക്കൻഡറി മെമ്മറിയുടെ എക്സാമ്പിൾ ആണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ്. പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് അറിയാം. ഇറ്റ്സ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട് ദാറ്റ് ആർ പ്രൊഡ്യൂസ് ടു ദ എക്സ്റ്റേണൽ വേൾഡ്. എക്സ്റ്റേണൽ വേൾഡിലേക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ ഭാഗമാണ് എന്ത്? ഔട്ട്പുട്ട് യൂണിറ്റ്, അല്ലേ? ഇവിടെ ഈ പറഞ്ഞ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഇൻപുട്ട് യൂണിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം ആര് കാഴ്ചവെക്കും? ഔട്ട്പുട്ട് യൂണിറ്റ് കാഴ്ചവെക്കും. ദേ വിൽ റിസീവ് റിസൾട്ട്സ് ഫ്രം ദ CPU and they will convert this result to a human readable form. Then they will supply this result to the outside world. നേരത്തെ കണ്ടതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഏതാ? ഇൻപുട്ട് യൂണിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിൽ നിന്ന് റിസൾട്ടുകൾ റിസീവ് ചെയ്യുന്നു, അവയെ മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക്, രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, പിന്നീട് അതിനെ സപ്ലൈ ചെയ്യുന്നു എക്സ്റ്റേണൽ വേൾഡിലേക്ക്, ഔട്ട്സൈഡ് വേൾഡിലേക്ക് സപ്ലൈ ചെയ്യുന്നു. നമുക്ക് പിന്നെ പലതരത്തിലുള്ള ഔട്ട്പുട്ട് യൂണിറ്റ്സിനെ അറിയാം. മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്, ഔട്ട്പുട്ട് യൂണിറ്റ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, വിവിധ തരത്തിലുള്ള ഔട്ട്പുട്ട് യൂണിറ്റും വിവിധ തരത്തിലുള്ള ഇൻപുട്ട് യൂണിറ്റ്സും എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് ഒരു സമയത്ത് പഠിക്കും. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ ഇലക്ട്രോണിക് മെഷീൻ ദാറ്റ് ഈസ് designed to accept and store input data and process them and produce റിസൾട്ട്സ്. ഞാൻ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ എന്ന് ഒരു ഡേറ്റ പ്രോസസ്സിംഗ് മെഷീൻ ആണ്. ഇൻപുട്ടുകൾ റിസീവ് ചെയ്യുക, അതിനെ പ്രോസസ് ചെയ്യുക, ഇൻഫർമേഷൻസ് ഔട്ട്പുട്ടിലേക്ക്, ഔട്ട്സൈഡ് വേൾഡിലേക്ക് സെൻഡ് ചെയ്യുക. ഇതിനുള്ള ഒരു ഉപകരണമാണ് കമ്പ്യൂട്ടർ. ഓക്കെ, ഇറ്റ്സ് എ ഡേറ്റ പ്രോസസ്സിംഗ് മെഷീൻ. ദേ വിൽ റിസീവ് ഡേറ്റ ആൻഡ് ദേ വിൽ പ്രൊഡ്യൂസ് ഇൻഫർമേഷൻ. അതാണ് കമ്പ്യൂട്ടർ. ഓക്കെ, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനി കമ്പ്യൂട്ടറിന്റെ വിവിധ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണാം. അഡ്വാൻറ്റേജസ് ഉണ്ട് കമ്പ്യൂട്ടറിന്, പല അഡ്വാൻറ്റേജസ് ഉണ്ട്. സ്പീഡ്, ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. ഓക്കെ, കമ്പ്യൂട്ടർ വളരെ സ്പീഡിൽ ബില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ എ സെക്കൻഡ്, അല്ലെ? കമ്പ്യൂട്ടറിന്റെ സ്പീഡ് നാനോ സെക്കൻഡിലാണ് നമുക്ക് പറയുക. നിങ്ങൾക്ക് അറിയാം, മൈക്രോ ഹെർട്സിലും പിന്നെ ഒക്കെയാണ് അതിന്റെ സ്പീഡ് നമ്മൾ പറയുക. അത്ര സൈക്കിള് സ്പീഡുള്ള നമ്മുടെ CPU-ന്റെ സ്പീഡൊക്കെ 1.5 GHz സ്പീഡുള്ള CPU. പിന്നെ അതൊക്കെ മാറി, ഇപ്പൊ 2.5 ഒക്കെ വന്നു. നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ പ്രോസസ്സറിന്റെ സ്പീഡൊക്കെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഫോണൊക്കെ മേടിക്കുന്നതിന്റെ ആ ഫോണിന്റെ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പ്യൂട്ടർ അതിനെന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ സെക്കൻഡിൽ അത്രയും പിന്നെ ഓപ്പറേഷൻസ് 10⁻⁻⁹ ആണ് ഒരു നാനോ സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. അത്രയും ഓപ്പറേഷൻസ് എന്ത് ചെയ്യും? അതൊരു സെക്കൻഡിൽ ചെയ്തു തരും. ഡിഫറെന്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് അത്രയും ചെയ്തു. അപ്പൊ സോ ഇറ്റ് ഈസ് എ വെരി ഫാസ്റ്റ് മെഷീൻ കമ്പയറിംഗ് വിത്ത് ഹ്യൂമൻ ബീയിങ്. പിന്നെ അതിന്റെ വേറൊരു പ്രത്യേകത ആക്യുറസിയാണ്. വളരെ കാൽക്കുലേഷൻസ്, ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസിയിൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് എറേഴ്സ് ബൈ കമ്പ്യൂട്ടേഴ്സ് വിൽ ബി വെരി ലെസ്. കമ്പ്യൂട്ടറിന്റെ വേറൊരു പ്രത്യേകതയാണ് ഡിലിജൻസ്. ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ അൺടയർഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആവുന്ന സമയത്ത് ലോങ് അവേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് വി വിൽ ഫീൽ ടയർഡ്നെസ് ആൻഡ് സംടൈംസ് വി വിൽ ഷോ ഡിസൊബീഡിയൻസ്. പക്ഷെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലോങ് ആയിട്ടുള്ള അവേഴ്സ് വിത്തൗട്ട് എനി ലേസി പ്രോബ്ലി റെപ്പറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. അത് കമ്പ്യൂട്ടറിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി കമ്പ്യൂട്ടറിന്റെ കുറേ വേറൊരു അഡ്വാൻറ്റേജ് കൂടെ പറയുന്നത് വേഴ്സറ്റാലിറ്റി എന്ന അഡ്വാൻറ്റേജ് പറയാം. മീൻസ് കമ്പ്യൂട്ടർ ഈസ് എ വെരി വേഴ്സറ്റൈൽ മെഷീൻ. മീൻസ് ഇറ്റ് ക്യാൻ ക്യാരി ഔട്ട് വെരി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മൾ വേഴ്സറ്റൈൽ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവിനെയാണ് വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത്.
കമ്പ്യൂട്ടറിന് പല നമുക്കറിയാം, കമ്പ്യൂട്ടർ കാലാവസ്ഥ പ്രവചനത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ട്, പ്രോബ്ലി വെഹിക്കിൾസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള കമ്പ്യൂട്ടറുകൾ, പല നമ്മൾ ജസ്റ്റ് പല തരത്തിലുള്ള ഡാറ്റ പ്രോസസ്സിങ്ങുള്ള കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള ഓഫീസ് ടൂൾസ് ഉള്ള കമ്പ്യൂട്ടർ, അങ്ങനെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. സോ വി വിൽ സേ കമ്പ്യൂട്ടർ ഈസ് എ versatile machine. And another advantage of computer is it is having huge memory. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു മെമ്മറിയാണ് ഉള്ളത്. വളരെ ചെറിയ ഹ്യൂമൻ ബീങ്സിന് നമുക്ക് ആ ഓർത്തിരിക്കാനുള്ള പറ്റുന്ന ഡേറ്റയുടെ അളവ് വളരെ കുറവാണ്. പക്ഷെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് സ്റ്റോറേജ്. ഇറ്റ് ക്യാൻ ഹാൻഡിൽ, ഇറ്റ് ക്യാൻ സ്റ്റോർ, ഇറ്റ് ക്യാൻ റിമെമ്പർ ലാർജ് എമൗണ്ട് ഓഫ് തിങ്. ഓക്കെ, അപ്പം അത് കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി കമ്പ്യൂട്ടറിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഹാവിങ് എനി IQ, ദാറ്റ് ഇസ് എ ലിമിറ്റേഷൻ. സ്വന്തമായിട്ടുള്ളൊരു IQ ഇല്ല, മീൻസ് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ കമ്പ്യൂട്ടറിനില്ല, സ്വന്തമായിട്ടൊരു ബുദ്ധിയില്ല. കമ്പ്യൂട്ടറിന് ബുദ്ധിയില്ലെന്ന് പറയാം. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ, സ്വന്തമായ ഒരു ഡിസിഷനുള്ള കഴിവില്ല. ഇറ്റ് വിൽ ജസ്റ്റ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് വി ഫെഡ് ടു ദം. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രമേ കമ്പ്യൂട്ടറിന് പറ്റൂ. And we can say it is not having any emotions, that also has a limitation. Emotions ഒന്നുമില്ല, അത് നമുക്ക് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ട നമ്പർ സിസ്റ്റത്തെ പറ്റിയാണ്. നിങ്ങൾ ഈ വാക്ക് നമ്പർ സിസ്റ്റം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. വിവിധ തരത്തിലുള്ള നമ്പർ സിസ്റ്റങ്ങളെ പറ്റി ചെറിയ ക്ലാസ്സിൽ പരിചയപ്പെടുന്നവയാണ്. നമുക്കതിനെപ്പറ്റി ഒന്നുകൂടെ നോക്കാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം അത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്, അല്ലേ? 0 തൊട്ട് 9 വരെയുള്ള 10 അക്കങ്ങൾ അടങ്ങിയ നമ്പർ സിസ്റ്റം. ഈ 10 അക്കങ്ങൾ ചേർത്തിട്ടുള്ള എത്ര വലിയ സംഖ്യകൾ വരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലേ? പിന്നെ കമ്പ്യൂട്ടർ ആയിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടറിൽ സാധാരണ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 0യും 1ഉം മാത്രമേ ആ നമ്പർ സിസ്റ്റത്തിലുള്ളൂ, 2 അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞ 2 അക്കങ്ങൾ മാത്രമുള്ള ഒരു നമ്പർ സിസ്റ്റം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ കാരണവും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. കമ്പ്യൂട്ടറിന് 2 വോൾട്ടേജ് വെച്ച്, അതായത് ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്. സാധാരണഗതി ലോ വോൾട്ടേജ് 0 ആയിരിക്കും, ഹൈ വോൾട്ടേജ് 5 ആയിരിക്കും. അങ്ങനെ 2 വോൾട്ടേജ് വെച്ച് നമുക്ക് ഈ പറഞ്ഞ 0നെയും 1നെയും റെപ്രസെന്റ് ചെയ്യാം. അതുപയോഗിച്ച് പല സംഖ്യകളെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ 2 നമ്പർ സിസ്റ്റങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളവ. ഇതിന് പുറമെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ കേൾക്കേണ്ടവയാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. 0 തൊട്ട് 7 വരെയുള്ള അക്കങ്ങൾ അടങ്ങിയ ഒരു നമ്പർ സിസ്റ്റം, അതിനാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുക. പിന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, 0 തൊട്ട് 9 വരെയുള്ള അക്കങ്ങളും അത് കഴിഞ്ഞാൽ 10 എന്നുള്ള സംഖ്യ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി A എന്ന ക്യാപിറ്റൽ ലെറ്റർ, ഇംഗ്ലീഷ് ക്യാപിറ്റൽ അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ BCDEF, അങ്ങനെ ഒരു 6 അക്കങ്ങളും കൂടെ ചേർന്ന്, അപ്പോൾ എത്ര അക്കങ്ങളായി? 16 അക്കങ്ങളായി. 0 തൊട്ട് 9 വരെ ആകുമ്പോൾ 10 ആയി, പിന്നെ ABCDEF, അങ്ങനെ 16 അക്കങ്ങളുള്ള, 16 സംഖ്യകളുള്ള, 16 ചിഹ്നങ്ങളുള്ള ഒരു നമ്പർ സിസ്റ്റം. അതിന് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കും. അപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്പർ ഓഫ് സിംബൽസ് എത്രയാണ്? 10 ആണ്. സോ we will say its base is 10. And about binary number system it is 2, so we will say its base is 2. And about octal it is 8, so we will say 8 is its base. Then like in the case of hexadecimal, there are 16 symbols available, so its base is 16. അങ്ങനെ ഡിഫറെന്റ് ബേസ് ഉള്ള, ബേസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിംബൽസ് അവൈലബിൾ, ഡിഫറെന്റ് ബേസ് ഉള്ള നമ്പർ സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ, അത് തന്നെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 2 തരത്തിലുള്ള പിന്നെ വോൾട്ടേജ് സ്റ്റേറ്റ് വെച്ച് കമ്പ്യൂട്ടറിൽ വളരെ എളുപ്പത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. സോ വി വിൽ യൂസ്, ഇറ്റ് ഈസ് വെരി പോപ്പുലർ അബൌട്ട് കമ്പ്യൂട്ടർ സയൻസ്. ബൈനറി നമ്പർ സിസ്റ്റം വളരെ പോപ്പുലർ ആണ്. ഇനി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലും ഇതിന്റെ റെലവൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇത് ഇറ്റ്സ് എ ബേസ് 2 നമ്പർ സിസ്റ്റം ആൻഡ് വിൽ സേ ഇറ്റ്സ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം. അതിന്റെ ബേസ് 2 ആണ്, നമ്പർ ഓഫ് സിംബൽസ് 2 ആണ്. സോ വിൽ സേ ഇറ്റ്സ് റാഡിക്സ് ഈസ് 2 എന്ന് നമുക്ക് പറയാം. പിന്നെ ഓരോ ഡിജിറ്റിനെ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ പറയുക ബിറ്റ് എന്നാണ്. ഓക്കെ, ഡിജിറ്റ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, പക്ഷെ സാധാരണ പറയുന്നത് ബിറ്റ് എന്നാണ്. അപ്പൊ നമ്മൾ ഏറ്റവും വില കൂടിയ ബിറ്റിനെ നമ്മൾ MSB എന്ന് പറയും, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നും. ഏറ്റവും വില കുറഞ്ഞതിനെ LSB, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നൊക്കെ പറയും.
ഓക്കെ, നമ്മൾ നേരത്തെ ഡെസിമൽ സിസ്റ്റത്തിലാണെങ്കിൽ MSD ആൻഡ് LSD എന്ന് പറയുന്നതിന് പകരം ഇവിടെ MSB LSB എന്ന് പറയും. ഒന്നുമില്ല, വളരെ സിമ്പിളായ കാര്യമാണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 2 അല്ലെങ്കിൽ റാഡിക്സ് 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ സിമ്പിൾസ് 2 ആണ്. ഇറ്റ്സ് പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് വെച്ചാൽ അതിന്റെ സ്ഥാനം മാറുന്നതനുസരിച്ച് അതിന്റെ വില മാറും അല്ലേ. പൊസിഷണൽ വാല്യൂ ഉണ്ട് ഓരോന്നിനും. ഞാനിപ്പോൾ 0 1 0 1 എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ വണ്ണിനും ഒരേ വിലയല്ല അല്ലെ, അതിന്റെ ഓരോ സ്ഥാനവിലയുണ്ട്. അത് എങ്ങനെ കണക്കാക്കുന്നൊക്കെ നമുക്ക് പഠിക്കാം. ജസ്റ്റ് അടുത്ത് നമ്മൾ ഓരോ കൺവേർഷൻസിലേക്ക് പോവാണ് നേരിട്ട്. കുറച്ച് വേഗത്തിൽ ഈ പോർഷൻ തീരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ, അതായത് ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറിയിലേക്ക് മാറ്റാം. ഒരു എക്സാമ്പിൾ 37 എന്നുള്ള സംഖ്യ, ഇറ്റ്സ് എ ഡെസിമൽ നമ്പർ. So to imply it as a decimal number, I will just put 10 as its subscript. 10 എന്നുള്ളത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതും. ഇനി അങ്ങനെ എഴുതിയില്ലെങ്കിലും 37 എന്നുള്ളത് ബൈ ഡിഫോൾട്ട് വി വിൽ കൺസിഡർ ഇറ്റ് ആസ് എ ഡെസിമൽ നമ്പർ. അങ്ങനെ താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 10 എഴുതാൻ വിട്ടുപോയി കഴിഞ്ഞാൽ 37 എന്നുള്ളത് ഡെസിമൽ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. കാരണം ഏറ്റവും കോമണും ഏറ്റവും പോപ്പുലറും ഡെസിമൽ ആണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ 37 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇട്ട് പുറത്ത് 10 എന്ന് എഴുതാം. ഓക്കെ, അതും ആ 10 ചെറുതാക്കി വേണം എഴുതാൻ, സബ്സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ. ഇനി 37 എന്നുള്ള സംഖ്യനെ നമ്മൾ എങ്ങനെ ബൈനറിയിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾ 37 എഴുതുക, അതിന് നമ്മളിങ്ങനെ ജസ്റ്റ് വര വരയ്ക്കുക. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. സോ വെൻ വി ഡിവൈഡ് 37 with 2 we will get answer as 18 and the remainder is 1 അല്ലേ. നമ്മൾ 37 എന്നുള്ള സംഖ്യനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന 18 ആണ്, റിമൈൻഡർ 1 ആണ്. 37 36 2 പൂർണ്ണമായി പോവും, 1 ശിഷ്ടമുണ്ട്. ശിഷ്ടം നമ്മൾ ഈ സൈഡിലേക്ക്, റിമൈൻഡർ ഈ സൈഡിലേക്ക് എടുത്തെഴുതും. ആൻഡ് അഗെയിൻ വി വിൽ കണ്ടിന്യൂ ദിസ് പ്രോസസ്. വി വിൽ അഗെയിൻ ഡിവൈഡ് 18 with 2 ആൻഡ് വി വിൽ ഗെറ്റ് ആൻസർ 9 ആൻഡ് റിമൈൻഡർ 0 അല്ലേ. റിമൈൻഡർ 0 ആയിട്ടും പിന്നെ വീണ്ടും നമ്മൾ 9നെ ഹരിക്കുകയാണ്. അപ്പം നമുക്ക് ആൻസർ 4, റിമൈൻഡർ 1. ആൻഡ് ഐ ആം ഡിവൈഡിങ് 4 അഗെയിൻ വിത്ത് 2 ആൻഡ് ഐ ജസ്റ്റ് ഗെറ്റ് ആൻസർ ആസ് 2, റിമൈൻഡർ 0. അഗെയിൻ ഐ ഡിവൈഡ് this 2 with 2 and I will get answer as 1. പിന്നെ എന്താണ്, റിമൈൻഡർ ആസ് 0. ഇവിടെ ഇതിന് ശേഷം ഞാൻ ഈ താഴെയുള്ള വീണ്ടും ആ ഒന്നിനെയും കൂടെ ഹരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് നിർത്തി. ഒന്നിനെ ഹരിച്ചില്ലെങ്കിൽ ആ 1 തൊട്ട് മുകളിലേക്ക് എഴുതണം, അല്ലെങ്കിൽ ഒന്നിനെ ഒന്നും കൂടെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചിട്ട് താഴെ 0 വരിക. അപ്പൊ 0 വരുന്നവരെ ഹരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒന്നിനെ ഞാൻ 2 കൊണ്ട് ഹരിക്കുമ്പം 0 കിട്ടും, റിമൈൻഡർ 1. എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് എഴുതുക. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 1 0 0 1 0 1. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് കാരണം ഞാൻ ആ അവസാനം വന്ന ഒന്നിനെ 2 കൊണ്ട് ഹരിച്ചില്ല. ഒന്നെങ്കിൽ ആ 1ൽ നിർത്താം, പക്ഷെ അപ്പോൾ എഴുതുമ്പോൾ ആ 1 കൂട്ടി താഴേന്ന് മുകളിലേക്ക് എഴുതണം. ഇനി ആ 1നെ 2 കൊണ്ട് ഹരിച്ച് 0 ആണ് ഇടുന്നതെങ്കിൽ ആ റിമൈൻഡർ 1 ഇപ്പുറത്തെ സൈഡിൽ വരും, റിമൈൻഡറിന്റെ സെക്ഷനിൽ വരും, അവിടുന്ന് താഴേന്ന് മുകളിലേക്ക് എഴുതുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, യുവർ ആൻസർ വിൽ ബി 1 0 0 1 0 1. ഇതാണ് 37 എന്നുള്ള സംഖ്യനെ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ ആൻസർ. ഇനി ഇതൊരു ഫ്രാക്ഷണൽ നമ്പർ ആണെന്നിരിക്കുക. സോ വി ആർ ഗോയിങ് ടു കൺവേർട്ട് എ ഫ്രാക്ഷണൽ ഡെസിമൽ നമ്പർ ടു ബൈനറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 25.375 എന്ന സംഖ്യനെ I have to convert that into binary. So that process also not very difficult. ആദ്യം നമ്മൾ 25നെയും എടുക്കും, 2 പാർട്ടായിട്ടാണ് ഇത് ചെയ്യുക. ആദ്യം 25.375നെ ചെയ്യാൻ ആദ്യം 25നെ ബൈനറിയിലേക്ക് മാറ്റുന്നു, ശേഷം 0.375നെ ബൈനറിയിലേക്ക് മാറ്റുന്നു. ആദ്യം 25നെ മാറ്റാൻ സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ച മെത്തേഡ്. 2 കൊണ്ട് തുടർച്ചയായി ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, I will get answer 12 and remainder is 1. I will record this remainders and again 12 will be divided with 2. I will get answer 1 and remainder is 0. Again I will divide with 2 and I will get answer 3, then remainder is 0. Again 3 will be divided with 2 and I will get answer 1 and remainder is 1. Okay, ഇനി വേണമെങ്കിൽ ഇത് ഒന്നിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് 0 എഴുതാം, എന്നിട്ട് ഈ ആ റിമൈൻഡർ ഇപ്പുറത്തേക്ക് എടുത്തത് വാട്ട് എവർ ഇറ്റ് ഈസ്, ദ ആൻസർ വിൽ ബി 1 1 0 0 1 എന്ന് 25നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടി 1 1 0 0 1. അത് ഞാൻ എടുത്തെഴുതി. ഇനി ഒരു പോയിന്റ് ഇടാം. ഇനി ശേഷം 0.375നെ ഞാൻ എങ്ങനെയാണ് ബൈനറിയിലേക്ക് മാറ്റുക?
വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ഡിവൈഡ് ആണ് ചെയ്തെങ്കിൽ പോയിന്റ് പാർട്ടിനെ മാറ്റണമെങ്കിൽ, ആ ദശാംശ സംഖ്യാഭാഗത്തിനെ മാറ്റണമെങ്കിൽ, നമ്മൾ എന്ത് ഫ്രാക്ഷണൽ പാർട്ടിനെ മാറ്റണമെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 2. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് 0.375 എഴുതുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഐ വിൽ ഗെറ്റ് ആൻസർ 0.750. ഓക്കെ, ആ 0.750 സീറോ എടുത്ത് ഈ സൈഡിലേക്ക് എഴുതുന്നു, 0.750 എടുത്തെഴുതുന്നു, വീണ്ടും 2 കൊണ്ട് വരിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ചെറിയൊരു വ്യത്യാസത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് റൈറ്റ് സൈഡിലാണ് സീറോയും അതിന്റെ ആ റിസൾട്ട് എഴുതിയത്. നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞു തന്നതും ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നു. ആ വ്യത്യാസമേ ഉള്ളൂ, രണ്ടും സെയിം ആണ്, ആൻസർ കിട്ടുമ്പോൾ സെയിം ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, 0.375 എന്ന് പറയുന്ന ഫ്രാക്ഷണൽ പാർട്ട് എടുക്കുന്നു, അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു, അപ്പൊ കിട്ടുന്ന 0.750 ആണ്, 0.750 ആണ്. സീറോ മാറ്റി എഴുതുന്നു, അതിന്റെ ഫ്രാക്ഷണൽ അല്ലാത്ത പൂർണ്ണസംഖ്യാഭാഗം മാറ്റി എഴുതുന്നു. അത് ലെഫ്റ്റ് സൈഡിൽ എഴുതാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ എഴുതാം, എവിടെ എഴുതി മാറ്റി എഴുതുന്നു. എന്നിട്ട് വീണ്ടും ആ ഫ്രാക്ഷണൽ പാർട്ട് എടുക്കുന്നു, അത് 0.750 ആണ്, അതിനെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുന്നു, അപ്പൊ കിട്ടുന്ന പൂർണ്ണസംഖ്യാഭാഗത്തെ വീണ്ടും മാറ്റി എഴുതുന്നു. അത് ഏത് സൈഡിലേക്ക് വേണം എഴുതാം, ഇവിടെ എഴുതുന്ന റൈറ്റ് സൈഡിലാണ്, നമ്മൾ നേരത്തെ പഠിച്ച് ലെഫ്റ്റ് സൈഡിൽ എഴുതാനായിട്ട്. വീണ്ടും ആ ഫ്രാക്ഷണൽ പാർട്ടിനെ എടുത്ത് എഴുതുന്നു, അത് 0.500 ആണ്, അതിനെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുന്നു, അപ്പൊ എനിക്ക് 1.00 കിട്ടുന്നു. വീണ്ടും ആ പൂർണ്ണസംഖ്യാഭാഗത്തിന് അവിടെ നിന്ന് എടുത്ത് മാറ്റി എഴുതുന്നു, ബാക്കിയുള്ളത് 0.00 അല്ലേ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതിനെ നമ്മൾ ഗുണിച്ച് എത്ര കൊണ്ട് ഗുണിച്ചാലും വീണ്ടും 00 കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇപ്പൊ കിട്ടിയ ആ റിസൾട്ടുകളെ ഞാൻ എന്ത് ചെയ്യുന്നു, പൂർണ്ണസംഖ്യാഭാഗങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് എഴുതുന്നു. അപ്പൊ ഐ വിൽ ഗെറ്റ് ആൻസർ 011. പോയിന്റ് കഴിഞ്ഞിട്ട് 011 മുകളിലേക്ക് എടുത്തെഴുതുന്നു. സോ ദ മെത്തഡ് ഈസ് നോട്ട് വെരി ഡിഫിക്കൽട്ട്. എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ പൂർണ്ണസംഖ്യാഭാഗത്തെ മാറ്റാൻ വേണ്ടി ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അവിടെ റിമൈൻഡേഴ്സ് ആണ് റെക്കോർഡ് ചെയ്തെങ്കിൽ ഇവിടെ റിസൾട്ടിലെ പൂർണ്ണസംഖ്യാഭാഗം റെക്കോർഡ് ചെയ്യുക, അവിടെ താഴെ നിന്ന് മുകളിലേക്കാണ് എഴുതിയെങ്കിൽ ഇവിടെ മുകളിൽ താഴേക്ക് അത് എടുത്തെഴുതുക പോയതിന് ശേഷം. ഇങ്ങനെയാണ് ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് മാറ്റുക. ഇങ്ങനെ ഏത് സംഖ്യയും നമുക്ക് ബൈനറിയിലേക്ക് മാറ്റാം. ഇനി ഒരു ഡെസിമൽ സംഖ്യനെ ഒക്ടലിലേക്ക് എങ്ങനെ മാറ്റാം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ ഡെസിമൽ സംഖ്യനെ ബൈനറിയിലേക്ക് മാറ്റാൻ വി ഡിവൈഡ് വിത്ത് 2 ആൻഡ് ദ റിമൈൻഡേഴ്സ് ആർ റെക്കോർഡഡ്. ഹിയർ ഓൾസോ വി ഹാവ് എ സിമിലർ മെത്തേഡ്, നോട്ട് സെയിം. വി ജസ്റ്റ് ഡിവൈഡ് വിത്ത് 8 ആൻഡ് ദ റിമൈൻഡേഴ്സ് വിൽ ബി റെക്കോർഡഡ്. ഇവിടെ നമ്മൾ 8 കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് കിട്ടുന്ന റിമൈൻഡേഴ്സിനെ റെക്കോർഡ് ചെയ്യും, ആൻഡ് വിൽ റൈറ്റ് ദീസ് റിമൈൻഡേഴ്സ് ഫ്രം ദ ബോട്ടം ടു ടോപ്പ്. നോക്കുക, 255 എന്നുള്ള സംഖ്യ അതൊരു ഡെസിമൽ സംഖ്യയാണ്, അതിനെ എനിക്ക് ഒക്ടലിലേക്ക് മാറ്റണം. So I just return that number and I just try to divide with 8. I got the answer 28. 28 എന്നുള്ള ആൻസർ കിട്ടി. And I got remainder 1. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിമൈൻഡർ 1 എന്ന് കിട്ടുന്നു. വീണ്ടും 28നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. You know the answer. I will get the answer as 3. Okay. Remainder is 4. വീണ്ടും 8നെ എന്ത് ചെയ്യാം, വീണ്ടും 3നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഐ വിൽ ഗെറ്റ് ദ റിമൈൻഡർ ആസ് 3. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ 3 അവിടെ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ നിന്ന് മുകളിലേക്ക് എഴുതാം. ഓക്കെ, 3, 4, 1 എന്ന് എടുത്തെഴുതാം. ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കും. നമ്മൾ നേരത്തെ കണ്ട പ്രകാരമാണെങ്കിൽ 3 കൊണ്ട് 3നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 0 താഴെ വരുത്തുക, എന്നിട്ട് അപ്പം നമുക്ക് റിമൈൻഡർ 3 കിട്ടുമല്ലോ. അപ്പം റിമൈൻഡർ കിട്ടിയത് 1, 4, 3 ആണ്. അതിന് താഴെ നിന്ന് മുകളിലേക്ക് എഴുതും, 3, 4, 1 കിട്ടും. ഇവിടെ ചെയ്തത് അത് തന്നെ. ഇവിടെ പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ ഈ താഴെ കിട്ടിയ ആ 3ഉം ചേർത്ത് 3, 4, 1 എന്ന് എഴുതുന്നു. അതായത് 3നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 0 വരെ ചെയ്തില്ല, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഡിവൈഡ് 8നേക്കാൾ ചെറിയ സംഖ്യ കിട്ടുമ്പോൾ വി ക്യാൻ സ്റ്റോപ്പ്. അതാണ് ഇവിടെ, രണ്ടുപേരെയും മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 3, 4, 1. ഓക്കെ, ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ഹെക്സാ ഡെസിമലിലേക്ക് മാറ്റുക? അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് എങ്ങനെ മാറ്റാം, ഡിവൈഡ് വിത്ത് 2 and the remainders are recorded, and we will write the remainders from the bottom to top. Second, we had studied about how to convert a decimal number to octal. Then again we will continuously divide with 8. അവിടെ ആദ്യത്തെ 2 ആണ്, ഇവിടെ 8. Then finally we will discuss how to convert a decimal number to hexadecimal. Same method, similar method. നമ്മൾ 659 എന്ന് പറയുന്ന ഡെസിമൽ സംഖ്യയാണ്. അതിനെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒക്ടലിലേക്ക് മാറ്റാൻ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ബൈനറിയിലേക്ക് മാറ്റാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു.
ഇവിടെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റാൻ വേണ്ടി we have to divide with 16. Then when I divide 659 with 16, I got the answer 41 and the remainder is 3. വീണ്ടും 41നെ 16 ഡിവൈഡ് ചെയ്തു. ആൻസർ ഈസ് 2, റിമൈൻഡർ ഈസ് 9. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വേണമെങ്കിൽ വീണ്ടും 16 ഡിവൈഡ് ചെയ്ത് 0 എഴുതി അപ്പുറത്ത് 2 എടുത്ത് എഴുതാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഈ 2 തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്താൽ മതി. 2, 9, 3 താഴെ നിന്ന് മുകളിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. സോ ദിസ് വിൽ ബി ദ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ ഓഫ് 659 എന്ന് പറയുന്ന ഡെസിമൽ സംഖ്യയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ 293 ആണ്. So the method is very simple. I think we have to divide it to 16, and when we get a number which is less than 16, we can stop and we can record that remainders. ബാക്കിയുള്ള സംഖ്യകൾ റെക്കോർഡ് ചെയ്യാം. ഇവിടെ ഇപ്പം 41 2 കിട്ടി, 2നെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്ന കാര്യമില്ല. 2, 9, 3 അപ്പോൾ 2 റെക്കോർഡ് ചെയ്യണമെന്ന് മാത്രം. ഇനി 16 കൊണ്ട് വീണ്ടും 2നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 0 എഴുതി ആ 2 റിമൈൻഡർ ആക്കി മാറ്റി 2, 9, 3 എന്ന് എഴുതണം. ഇൻ ബോത്ത് കേസ് വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ഡെസിമൽ നമ്പറിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക. ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ബൈനറി നമ്പറിനെ ഡെസിമലിലേക്ക്, നേരെ തിരിച്ച് നമ്മൾ ആദ്യം പഠിച്ച 3 മെത്തേഡിന് നേരെ ഓപ്പോസിറ്റ് മെത്തേഡ് പഠിക്കുകയാണ്. നമ്മൾ ഡെസിമലിനെ ബൈനറിയിലേക്ക് മാറ്റാൻ പഠിച്ചു. ഇനി ബൈനറിനെ എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാം? നമ്പർ ദാറ്റ് പ്രൊവൈഡ് ഈസ് 100101 എന്ന് പറയുന്ന സംഖ്യയാണ്. ഇതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നോക്കിക്കോണേ. ഇതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന്റെ LSB, MSB ഒക്കെ മനസ്സിലാക്കണം. ഏറ്റവും പൊസിഷണൽ വാല്യൂ കുറഞ്ഞ സംഖ്യനെയാണ് LSB എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും റൈറ്റ് സൈഡിലുള്ളത്. പിന്നെ ഏറ്റവും ആദ്യമുള്ള സംഖ്യ MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അറിയണം എത്ര ഏറ്റവും LSB എന്ന് പറഞ്ഞാൽ ആ സംഖ്യ ആദ്യം കാണുന്ന ഏറ്റവും അറ്റത്ത് കാണുന്ന ഏറ്റവും വില കുറഞ്ഞ ഒന്നിന്റെ പൊസിഷണൽ വാല്യൂ 2⁻0 ആണ്. അതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ പൊസിഷണൽ വാല്യൂ 2⁻0 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 0th പ്ലേസ് നമ്മൾ പറയും. 0th പ്ലേസ് മീൻസ് വി ഹാവ് ടു റൈറ്റ് ദാറ്റ് 0 ആസ് ദ പവർ ഓഫ് ഇറ്റ്സ് ബേസ്. ബേസ് ഇവിടെ ബൈനറി നമ്പറിന്റെ 2 ആണ്. അപ്പൊ 2⁻0 എന്ന് എഴുതി അതുകൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ അടുത്ത ഭാഗം, അടുത്ത സംഖ്യ 0 ആണ്. അതിന്റെ പൊസിഷൻ വാല്യൂ 2⁻1 ആണ്. അതിന്റെ പൊസിഷൻ 1's പ്ലേസ് ആണ്. സോ 2⁻1 എഴുതും. അതുകൊണ്ട് 0നെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ഓരോ സ്ഥാനത്തിലുള്ള സംഖ്യകളെ അതിന്റെ പൊസിഷണൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുക. അപ്പൊ ഈ മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുന്ന ആ സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ഓരോ സംഖ്യയും അതിന്റെ പൊസിഷണൽ വാല്യൂ കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ ആദ്യത്തെ ഒന്നിന്റെ പൊസിഷണൽ വാല്യൂ 2⁵5 ആണ്. 2⁻5. 2 എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടി? ബേസ് ആണ്. 5 എന്ന് പറയുന്നത് മൊത്തം എത്ര സംഖ്യയിൽ ആദ്യത്തെ 0 എണ്ണി കഴിഞ്ഞാൽ ഇങ്ങേറ്റത്തെ MSBയുടെ നമ്പർ 5 ആണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ 2⁵5, 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4 ഏറ്റവും വെയിറ്റ് കൂടിയ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിന് 2⁻5 വരുന്നു. ഓക്കെ. ഇനി അങ്ങനെ ഓരോന്ന് അടുത്തതിന് 0 × 2⁻4, 0 × 2⁻3, പിന്നെ ഒരു 1 ഉണ്ട്, 1 × 2⁻2, പിന്നെ ഒരു 0 ഉണ്ട്, 0 × 2⁻1, പിന്നെ ഒരു 1 ഉണ്ട്, 1 × 2⁻0. ഇങ്ങനെ എഴുതുക. ശേഷം എത്ര കിട്ടും? 1 × 32, നമ്മൾ 2⁻5 മീൻസ് 32, 2 × 2 × 2 × 2 × 2, then 2⁻4 മീൻസ് 16. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് I will get answer as 32, 0, 0, 4, 0 plus 1. Then the answer will be 37. ഇങ്ങനെയാണ് ഒരു ബൈനറി നമ്പറിനെ ഡെസിമലിലേക്ക് മാറ്റുക. സോ വാട്ട് ഈസ് ദ മെത്തേഡ് ടു കൺവേർട്ട് എ ബൈനറി നമ്പർ ടു ഡെസിമൽ? What we have to expand that particular number by providing positional value of each digit. ഓരോന്നിന്റെ പൊസിഷണൽ വാല്യൂ കൊണ്ട് ആക്കത്തെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. Then we have to add these values. Then we will get a number. That number will be the corresponding equivalent number of the binary, decimal number of the binary. അതിന് ആ ബൈനറി നമ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ അതായിരിക്കും. വളരെ സിമ്പിൾ. ഇനി നിങ്ങൾ ഒരു ഫ്രാക്ഷണൽ നമ്പർ ആണെന്നിരിക്കും, ബൈനറി ഫ്രാക്ഷൻ ആണെന്നിരിക്കും, അതിനെ ഡെസിമലിലേക്ക് മാറ്റണം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതേ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ജസ്റ്റ് ഓരോ നമ്പറിനെയും അതിന്റെ പൊസിഷണൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അറിയേണ്ട കാര്യം, പോയിന്റ് കഴിഞ്ഞുള്ള ആദ്യ സംഖ്യയുടെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളതാണ്. അതിന്റെ ആദ്യത്തെ പൊസിഷണൽ വാല്യൂ 2⁻1 ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യയുടെ പൊസിഷണൽ വാല്യൂ 2⁻2 ആണ്. അത് കഴിഞ്ഞ് അടുത്ത സംഖ്യയുടെ 2⁻0 ആണ്. സോറി, 2⁻3 ആണ്. ഓക്കെ.
ഇനി ഓരോന്നും അതുപോലെ തന്നെ ആദ്യത്തെ ഒന്നിന്റെ പൊസിഷൻ വാല്യൂ 2^4, അടുത്ത ഒന്നിന് 2^3, അടുത്ത ഒന്നിന് 2^2, പിന്നെയുള്ള 0ക്ക് 2^1, പിന്നെയുള്ള 1ന് 2^0. അത് കഴിഞ്ഞ് പോയിന്റ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഒന്നിന് 2^-1, പിന്നെയുള്ള ഒന്നിന് 2^-2, പിന്നെയുള്ള 0ക്ക് 2^-3. ഇങ്ങനെ ഓരോന്നും എഴുതിയിട്ട് ഗുണിക്കുകയാണ്. 2^4 means we will get 16. Then 1 into 2^3 means 8. 2^2 means 4. 2^1 എന്ന് പറഞ്ഞാൽ 2 ആണ് 0. 2^0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 into 1 1. ഇനി 2^-1 means what? 2^-1 means 1/2^1. 2^1 means 2. So we will get 1/2. നിങ്ങളൊന്ന് എഴുതി നോക്കണം എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവൂ. മാത്സ് ഒക്കെ നമുക്ക് എഴുതി മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. 2^-1 means 1/2^1. It is equal to 1/2. Okay. 2^-2 means 1/2^2. 2^2 means 4. So we will get 1/4. 2^-3 the same. We will get 1/2^3 which is equal to 8. So 1/8. പക്ഷെ 0 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് സംഖ്യനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we will get answer as 0. So പ്രോസസ്സിങ്ങിന്റെ ആവശ്യം പോലും ഇല്ല. So when we add these all things, we will get 16 plus 8 plus 4 plus 1 plus half plus 1/4. Then I write this. Half means 1.5. 1/4 means 0.25. When we add these all things, I will get 29.75. Okay. ഇങ്ങനെയാണ് ഒരു ബൈനറി ഫ്രാക്ഷൻ നമ്പറിനെ ഡെസിമലിലേക്ക് മാറ്റുക. എല്ലാ മെത്തേഡ് സെയിം, എക്സ്പാൻഡ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ദശാംശ സ്ഥാനമുള്ള സംഖ്യകളുടെ പൊസിഷൻ വാല്യൂ എത്രയാണെന്ന് വെയിറ്റ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഒരു ഒക്ടൽ സംഖ്യനെ ഡെസിമലിലേക്ക് മാറ്റാൻ സെയിം മെത്തേഡ് വി ഹാവ് ടു എക്സ്പാൻഡ്. പക്ഷെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പൊസിഷൻ വാല്യൂ ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ 2^1, 2^4, 2 എന്നൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ 8^2 ആണ് വരിക. നോക്കുക, 364 എന്നുള്ള സംഖ്യ. ആദ്യത്തേതിന്റെ പൊസിഷൻ വാല്യൂ 8^2. അടുത്ത 6 into 8^1, 4 into 8^0. 8^2 means 64, 8^1 means 8, 8^0 means 1. So we'll get 3 into 64, 6 into 8 plus 4 into 1. You get the answer as 192 plus 48 plus 4, and you will get a result as 244. But 244 എന്ന് പറയുന്ന സംഖ്യയാണ് 364 8 എന്ന് പറയുന്ന ഒക്ടൽ സംഖ്യയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ സംഖ്യ. സോ മെത്തേഡ് ഈസ് സെയിം, വി ഹാവ് ടു എക്സ്പാൻഡ് ഇറ്റ്. ഓക്കെ, ഡെസിമലിലേക്ക് അപ്പൊ ഏത് സംഖ്യാ സിസ്റ്റത്തിൽ നിന്നും ഏത് നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു എക്സ്പാൻഡ് ബൈ പ്രൊവൈഡിങ് ഇറ്റ്സ് പൊസിഷൻ വാല്യൂസ് ആൻഡ് വി ഹാവ് ടു ആഡ് ഓൾ ദീസ് നമ്പേഴ്സ് ആൻഡ് വി വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, അതിപ്പം ബൈനറിയിൽ നിന്ന് മാറ്റാനും ഒക്ടലിൽ നിന്ന് മാറ്റാനും ഹെക്സാഡെസിമലിൽ നിന്ന് മാറ്റാനും എല്ലാം സെയിം ആണ്. ഇനി ഒക്ടൽ ഫ്രാക്ഷൻസിനെ മാറ്റാൻ വേണ്ടി സെയിം മെത്തേഡാണ്. അതിന്റെ ജസ്റ്റ് നിങ്ങൾ അതിന്റെ പോയിന്റ് കഴിഞ്ഞുള്ള സംഖ്യയുടെ പൊസിഷൻ വാല്യൂ അറിയണമെന്ന് മാത്രം. 2^2 2ന്റെ 8^2 ആണ്, 3യുടെ 8^1 ആണ്, 3 into 8^1, 7ന്റെ 8^0 ആണ്. അടുത്ത പോയിന്റ് കഴിഞ്ഞുള്ള 1ന്റെ 8^-1 ആണ്. പിന്നെയുള്ള 6ന്റെ 8^-2 ആണ്. ഓക്കെ, സോ 8^-2 means what? 1/8^2. സോ 1/64. അതിനെ നമ്മൾ 6 കൊണ്ട് ഗുണിക്കേണ്ടി വരും. നോക്കുക ആൻസർ കിട്ടുന്നത് 2 into 64. നിങ്ങൾക്കറിയാം 8^2 means 64 ആണ്. 2 into 64, 3 into 8. 8^0 means 1, so 7 into 1. 8^-1 means 1/8^1 is equals with 1/8. So 1 into 1/8 plus 6 into 1/64. ഇനി നിങ്ങൾ അത് ഗുണിച്ചു കൂട്ടുന്നു. 128, 3 into 8 24, 7 into 1 7. 1/8 calculate ചെയ്യുമ്പോൾ you will get the answer as 0.125. Then 1/64 into 6 you will get answer as 0.09375. എല്ലാം കൂട്ടി എഴുതാം, വേണമെങ്കിൽ കുറച്ചൊന്ന് റൗണ്ട് ചെയ്താം, എല്ലാം കൂട്ടി എഴുതിയാൽ ഓക്കെയാണ്. പിന്നെ നിങ്ങൾ റൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 159.21875. ഇങ്ങനെയാണ് ഒരു ഒക്ടൽ ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് മാറ്റുക. ഇനി നമ്മൾ ഹെക്സാഡെസിമലിനെ എങ്ങനെയാണ് ഡെസിമലിലേക്ക് മാറ്റുക എന്ന് കാണാം. വളരെ സിമ്പിൾ ആണ്. 12A16 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ സംഖ്യനെ എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റുന്നു? ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത്, എ എന്ന് പറഞ്ഞ സംഖ്യ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. എ എന്ന് പറയുന്ന സംഖ്യ ഹെക്സാഡെസിമൽ സംഖ്യയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 10നെ കാണിക്കാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ A ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യത്തെ അക്കം 1 into 16^2. അത് മാറി 12 into 1 എഴുതിയേക്കരുത്.
ചിലപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരും, എഴുതരുത്. 1 into 16 raised to 2, 2 into 16 raised to 1 plus a into 16 raised to 0. A means 10, so 10 into 16 raised to 0. So you will get answer as 1 into 256, 2 into 16 plus 10 into 1. Then you will get answer as 256 32 plus 10. You will get the final result as 298. വളരെ സിമ്പിൾ. ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ മാറ്റാൻ ഇതുപോലെ തന്നെയാണ്. അതിന്റെ പൊസിഷൻ വാല്യൂ കാണുക, അത് വെച്ച് സംഖ്യനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഓരോ അക്കത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ കൂട്ടുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ തൊട്ട് എഫ് വരെയുള്ള അക്കങ്ങളുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. എ മീൻസ് ഇറ്റ് വിൽ ബി 10, ബി മീൻസ് 11, അങ്ങനെ വരും. ഓക്കെ, എഫ് മീൻസ് 15. അപ്പൊ അങ്ങനെയുള്ള അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണം. അങ്ങനെ യു ക്യാൻ ജസ്റ്റ് കൺവേർട്ട്, യു ക്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ദാറ്റ് നമ്പർ വിത്ത് ഇറ്റ്സ് പൊസിഷൻ വാല്യൂ. ഓരോന്നിന്റെ പൊസിഷൻ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുക. ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ നമ്പറിനെ ഡെസിമലിലേക്ക് വേണ്ടത്. സോ വി സ്റ്റഡി ദീസ് ഗ്രൂപ്പ്. ഓക്കെ, how to convert a binary number or a octal number or a hexadecimal number to decimal. ഡെസിമലിലേക്ക് ഈ മറ്റ് നമ്പർ സിസ്റ്റം എങ്ങനെയാണ് മാറ്റുക എന്ന് നമ്മൾ കണ്ടു. എല്ലാത്തിനും ഒരേ മെത്തേഡ്, അതിനെ എക്സ്പാൻഡ് ചെയ്ത് കൂട്ടുക. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രാക്ഷൻ പാർട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയണം. അല്ലെങ്കിൽ ഓരോ ബേസിലും ഓരോ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് റേസ് ടു അതിന്റെ പൊസിഷൻ അത് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ വെയിറ്റ് കിട്ടുള്ളൂ. വിത്ത് മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് ദാറ്റ് ഈച്ച് ഡിജിറ്റ്, അങ്ങനെ അത് കഴിഞ്ഞ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടും. ഓക്കെ, ഇനി ഹെക്സാഡെസിമൽ ഫ്രാക്ഷനെ എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാം? ഇതിന്റെ തുടർച്ചയാണ്. യു ഹാവ് 2AC പോയിന്റ് ബി, ആ നമ്പറിനെ മാറ്റണം. സോ എ മീൻസ് യു നോ 2 into 16 raised to 2, A means 10, 10 into 16 raised to 1, C means 12, so 12 into 16 raised to 0, plus B means 11, 11 into 16 raised to minus 1. Point കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യ 16 raised to minus 1. കൂട്ടുന്ന സമയത്ത് 2 into 256 plus 10 into 16 plus 12 into 1 plus 11 into 16 raised to minus 1 means 1 by 16 raised to 1 is equals with 1 by 16. അതെഴുതി. And when we multiply these things, we will get 512 plus 160 plus 12 plus 0.688. You will get answer as 684.688. അടുത്ത കൺവേർഷൻ പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരു കാര്യം അറിയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്ടൽ നമ്പറുകളുടെയും ചെറിയ ഒക്ടൽ നമ്പറുകളുടെയും ചെറിയ ഹെക്സാഡെസിമൽ നമ്പറുകളുടെയും ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എത്രയാണ്? Or you can say binary equivalent of hexadecimal number 0 to f. 0 to f വരെയുള്ള ഹെക്സാഡെസിമൽ നമ്പറുകളുടെ ബൈനറി ഇക്വാലന്റ് എത്രയാണ്? അതുപോലെ തന്നെ 0 to 7 വരെയുള്ള, അതുവരെയാണല്ലോ ഒക്ടൽ നമ്പർ ഉള്ളത്, അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എത്രയാണ്? ഇതറിയണം. ഇതാണ് ഞാൻ താഴെ കാണിച്ചിരിക്കുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്. നോക്കുക, 0 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 4 സീറോയാണ്. 0 0 0 0. ഒന്നുകൂടെ ഞാൻ പറയാം, 0 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ 4 സീറോസ് ആണ്. 1നോ 0 0 0 1, 3 0 1 1. 2ന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ 2 എന്ന് പറയുന്ന ഹെക്സാഡെസിമലിന്റെ 0 0 1 0. അങ്ങനെ പോകുന്നു. 7 എന്ന് പറഞ്ഞാൽ 0 1 1 1. 8 എന്ന് പറഞ്ഞാൽ 1 0 0 0. 1 കഴിഞ്ഞ് 3 സീറോസ്. എഫ് എന്ന് പറഞ്ഞാൽ 1 1 1 1. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നു. എങ്ങനെയാന്ന് വെച്ചാൽ, ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയ പ്ലേസിൽ 0 1 0 1 0 1 ഇട്ട് പോവുക. തൊട്ടിപ്പുറത്ത് 2 0 2 1 2 0 അങ്ങനെ ഇട്ട് പോവുക. തൊട്ടിപ്പുറത്ത് 4 0 4 1, പിന്നെ 4 0 4 1, പിന്നെ 8 0 8 1. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യകളുടെ അപ്പുറത്തെ സൈഡിൽ 0 1 2 3 അങ്ങനെ എഴുതി എഫ് വരെ പോവാം. അപ്പോൾ ഓരോന്നിനും ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ നമുക്ക് കിട്ടും. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒക്ടൽ നമ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എത്രയാണ്? 0 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിന് ഇക്വാലന്റ്. ഇത് നമ്മൾ പറഞ്ഞത് ഹെക്സാഡെസിമൽ അല്ലേ? ഇതിൽ നിന്ന് അത് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഇവിടെ 4 ഡിജിറ്റ് ആണെങ്കിൽ അവിടെ 3 ഡിജിറ്റേ ഉള്ളൂ. ഏറ്റവും ആദ്യത്തെ 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതായത് 0 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 0 0 0 ആണ്, 3 0. 1 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 0 0 1 ആണ്. 7 എന്ന് പറയുന്ന, അതുവരെയല്ലേ ഒക്ടൽ നമ്പർ ഉള്ളൂ, ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1 1 1 ആണ്. ആദ്യത്തെ 0 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു.
അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞാൽ മാത്രമേ അടുത്ത കൺവേർഷൻ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഇതൊന്നും മനസ്സിൽ വെച്ചേ പറ്റൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. 0 തൊട്ട് F വരെയുള്ള ഹെക്സാഡെസിമലിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ അറിഞ്ഞിരിക്കണം. 0 തൊട്ട് 7 വരെയുള്ള ഒക്ടൽ സംഖ്യകൾക്ക് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ അറിഞ്ഞിരിക്കണം. ഇത് കണ്ടുപിടിക്കാൻ ജസ്റ്റ് നമുക്ക് മാർജിനിൽ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഇത് എഴുതി നോക്കി കണ്ടുപിടിക്കാം. 000 ഇങ്ങനെ ഇട്ടിട്ട്. ഓക്കെ, ഏതായാലും നമുക്ക് അടുത്ത കൺവേർഷനിലേക്ക് പോകാം. ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. ഒരു ബൈനറി നമ്പർ നമുക്ക് തരുന്നു, അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ കണ്ടുപിടിക്കണം. സോ ഇൻ ദിസ് എക്സാമ്പിൾ വി ആർ ഗെറ്റിംഗ് ദ ബൈനറി നമ്പർ 10, then 4 ones, then 10. ഓക്കെ, ഇതാണ് ബൈനറി നമ്പർ. ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്പറിനെ 3 നമ്പറുകളുടെ ഗ്രൂപ്പാക്കി മാറ്റണം. ഓക്കെ, 3 നമ്പർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, എവിടെ നിന്ന്? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ നിന്ന് അപ്പുറത്തേക്ക്. അപ്പൊ അവസാനത്തെ 0യും തൊട്ട് മുമ്പത്തെ 2 1 ചേർത്ത് ഒരു ഗ്രൂപ്പ്, അതിനു മുമ്പുള്ള പിന്നെ 2 1 ഒരു 0യും ചേർത്ത് അടുത്ത ഗ്രൂപ്പ്, അവസാനത്തെ ഒരു 1. ഇനി അതിനു മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിനു മുമ്പിൽ നമുക്ക് 2 സീറോസും ചേർക്കാം. അത് കണ്ടോളൂ, ഇങ്ങനെ 3 ഗ്രൂപ്പാക്കി. അതായത് ഇപ്പുറത്തെ ആ 1 0 1 1 1 1 0 എന്ന് പറയുന്ന ബൈനറി നമ്പറിനെ ഐ ജസ്റ്റ് മെയ്ഡ് 3 ഗ്രൂപ്പ്സ് ഓഫ് ബിറ്റ്സ്. ഓക്കെ, ഓഫ് 3 ബിറ്റുകളുടെ ഗ്രൂപ്പാക്കി മാറ്റി. ഓക്കെ, ആദ്യത്തെ ഏറ്റവും ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിന്റെ അടുത്ത് ഏറ്റവും വില കുറഞ്ഞ ഭാഗത്ത്, അതായത് ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് 0 1 1 0. ഓക്കെ, പിന്നെ 1 1 0, ഏറ്റവും അങ്ങേറ്റത്ത് 0 1 1, പിന്നെ 1 1 0, പിന്നെ 1 0 0. അങ്ങനെ 3 ഗ്രൂപ്പ് ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 0 1 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 1 1 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 1 1 എന്നുള്ള ബൈനറി നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ എഴുതും. അത് 1 ആണ്. 0 1 1 കറസ്പോണ്ടിങ് 3 ആണ്. 0 0 1ന് കറസ്പോണ്ടിങ് 1 ആണ്. 1 1 0ന് കറസ്പോണ്ടിങ് 6 ആണ്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടി 1 3 6 കിട്ടി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ. നമ്മൾ ആ ബൈനറി നമ്പറിനെ 3 അക്കങ്ങളുടെ വീതം ഗ്രൂപ്പ് ആക്കുന്നു. എവിടെ തൊട്ട് തുടങ്ങും? ആ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് തൊട്ട് തുടങ്ങും, ഏറ്റവും ഇങ്ങേറ്റം തൊട്ട്. അവിടെ 0 1 1 അങ്ങനെ നമ്മൾ 3 ആക്കി. ഇനി ഏതെങ്കിലും ബിറ്റിന് 3 ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും ഇങ്ങേറ്റത്തിന് 0 ചേർക്കുക. ഇവിടെ 1 മാത്രം നിൽക്കുകയായിരുന്നു, നമ്മൾ അതിന്റെ മുമ്പിൽ എന്ത് ചേർത്തു? 2 0 ചേർത്തു. കണ്ടില്ലേ? 2 0 ചേർത്ത് 3 ബിറ്റാക്കി. അതിനുശേഷം ഈ ഓരോ ചെറിയ ഈ 3 അക്കത്തിന്റെ 3 അക്ക ബൈനറി നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ എഴുതി. 0 1 1ന് കറസ്പോണ്ടിങ് എത്രയാണ്? 1 ആണ്. 0 1ന് കറസ്പോണ്ടിങ് 1 ആണ്. 0 1 1ന് കറസ്പോണ്ടിങ് 3 ആണ്. 1 1 0ന് കറസ്പോണ്ടിങ് 6 ആണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഇത് ഒരുമിച്ച് എഴുതി 1 3 6 8. അപ്പൊ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഇതുവരെ പഠിച്ചത്. ഒന്ന് ട്രൈ ചെയ്താൽ മതി, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ആദ്യം കാണുന്ന ഒരു അൺഫെമിലിയാരിറ്റി ഉണ്ടായിരിക്കും, പക്ഷെ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണെന്ന് ഞാൻ പറയും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഈ 0 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല 0 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ 1 ആണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 0 1 1 എന്ന് പറയുന്ന ബൈനറി നമ്പറിന് ഇക്വാലന്റ് 3 ആണെന്ന് അറിഞ്ഞിരിക്കണം. 1 1 0ന് ഇക്വാലന്റ് 6 ആണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ 7 വരെയുള്ള ഒക്ടൽ സംഖ്യകളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാം. വേറെ എക്സാമ്പിൾ, 1 0 എത്ര 1 ഉണ്ട്? 6 1 അല്ലെ? 0.0 1 1 1. നോക്കൂ, നമ്മൾ അതിനെ ഗ്രൂപ്പ് ആക്കണം. പോയിന്റിന് ഇപ്പുറത്തേക്കുള്ളതിനെ ഗ്രൂപ്പ് ആക്കണം. ആദ്യത്തെ 3 ചേർത്ത് ഒരു ഗ്രൂപ്പ്, അടുത്ത 3 ചേർത്ത് വേറൊരു ഗ്രൂപ്പ്, അടുത്ത 2 ഒരു ഗ്രൂപ്പ്, അതിന് മുമ്പിൽ ഒരു 0യും കൂടി ചേർക്കും. ഓക്കെ, അതിനുശേഷം പോയിന്റ് കഴിഞ്ഞുള്ള സംഖ്യ, അത് ആദ്യത്തെ 0ന് അടുത്ത 2 1, പിന്നെ ഒരു 1. ഓക്കെ, മുന്നിൽ ഇനി ആ ഗ്രൂപ്പ് വൈസ് ഡിവൈഡ് ചെയ്യാണ്. ഗ്രൂപ്പാക്കി ഗ്രൂപ്പാക്കി ഗ്രൂപ്പാക്കി. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ആ ഗ്രൂപ്പ് ചെയ്ത് ക്ലിയർ ആണെന്ന് നോക്കിയേ. പോയിന്റ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്കും പിന്നെ വലത്ത് വശത്തേക്കും, പോയിന്റിന് ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക്, ഇങ്ങനെ ആ മൂവ്മെന്റ് ഗ്രൂപ്പ് ചെയ്യുന്നു. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും വളരെ ക്ലിയർ കാണുന്നതാണ്. ആ ഗ്രൂപ്പ് ചെയ്യുന്ന ഒന്നും കൂടെ നോക്കിക്കോളൂ. ഇപ്പുറത്തുള്ള സംഖ്യനെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ്. പോയിന്റ് കഴിഞ്ഞ് 3ന്റെ ഗ്രൂപ്പ്, പിന്നെ 2 എണ്ണം ഉണ്ട്, അതിന് പിന്നെ 0 ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പുറത്ത് പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ 3 ഗ്രൂപ്പ്, പിന്നെ ഒരെണ്ണം ഉണ്ട്. പിന്നെ നമ്മൾ പോയിന്റിന് ഇപ്പുറത്തേക്ക് ഈ ആരോ മാർക്ക് കാണിച്ച ഡയറക്ഷനിൽ ഗ്രൂപ്പ് ചെയ്യണം. പോയിന്റിന് അപ്പുറത്തേക്ക് ആരോ മാർക്ക് കാണിച്ച ഡയറക്ഷനിൽ ഗ്രൂപ്പ് ചെയ്യണം. 0 കൂടി ഇട്ട് ഗ്രൂപ്പ് ആക്കുന്നു.
അപ്പുറത്ത് 2 0 ഇട്ട് ഗ്രൂപ്പ് ആക്കുന്നു. ഇനി ഓരോ സംഖ്യയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്ടൽ നമ്പർ എടുത്തെഴുതുന്നു. 010 മീൻസ് 2 ആണ്. 3 1 നിങ്ങൾ കണ്ടില്ലേ, 7 ആണ്. 3 1 7 ആണ്. 0.011 മുകളിലത്തെ എക്സാമ്പിളിലും നമ്മൾ കണ്ടതാണ് 3 ആണ്. 100 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി അതിന് എടുത്തെഴുതുന്നു 277.348. ഇതാണ് ബൈനറിനെ ഒക്ടലിലേക്ക് മാറ്റാനുള്ള വഴി. ഇനി എങ്ങനെയായിരിക്കും ഒക്ടലിനെ ബൈനറിയിലേക്ക് മാറ്റുക? ഇത് തന്നെ മെത്തേഡ്. എന്ത് ചെയ്യുക? നേരെ തിരിച്ച് 147 കുറച്ച് അകത്തിയും എഴുതുക. 1ന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ 011 ആണ്. 4ന് ഇക്വാലന്റ് എത്രയാണ്? 100 ആണ്. 7ന് ഇക്വാലന്റ് 111 ആണ്. അതങ്ങനെ എഴുതി. ഇനി ഒരുമിച്ച് എഴുതുക 011 100 111 2. ഇതാണ് 147 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ. കാര്യം വളരെ സിമ്പിൾ. നേരത്തെ ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ അക്കങ്ങൾ അകത്ത് എഴുതിയിട്ട് അതിന് ഓരോന്ന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എഴുതുന്നു. അവിടെ നമ്മൾ ഗ്രൂപ്പ് 3 ഗ്രൂപ്പ് ആക്കി ഓരോ ബൈനറി നമ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒക്ടലാണ് എഴുതുന്നെങ്കിൽ ഇവിടെ ഓരോ ഒക്ടലിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി എഴുതുന്നു. ഇനി നോക്കി ഇത് അടുത്തത് കുറച്ചകത്ത് എഴുതുക. 6ന് ഇക്വാലന്റ് 110, 3ന് ഇക്വാലന്റ് 011, 7ന് ഇക്വാലന്റ് 31 പോയിന്റ്, 5ന് ഇക്വാലന്റ് 101, 4ന് ഇക്വാലന്റ് 100, 3ന് ഇക്വാലന്റ് 1.011. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുന്നു 110 011 11.101 100 ഇതാണ് 637.543 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ. സോ ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ഈസ് വെരി ഈസി. നേരത്തെ ചെയ്ത ബൈനറി ടു ഒക്ടലിന് നേരെ ഓപ്പോസിറ്റ്. ഇനി ബൈനറി ടു ഹെക്സാഡെസിമൽ ഇതേ മെത്തേഡാണ്. ചെറിയൊരു വ്യത്യാസം. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ 3 എണ്ണത്തിന് ഗ്രൂപ്പ് ആക്കി. ഇവിടെ നമ്മൾ എത്രയുടെ ഗ്രൂപ്പ് ആക്കും? 4 എണ്ണത്തിന് ഗ്രൂപ്പ് ആക്കും. വി ഹാവ് എ നമ്പർ 10111 4 1 പിന്നെ ഒരു 0. ഈ ബൈനറി സംഖ്യനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റണം. സോ വി വിൽ അപ്ലൈ ദ സെയിം മെത്തേഡ് ബട്ട് വി വിൽ ഗ്രൂപ്പ് ദിസ് നമ്പർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 4 ഡിജിറ്റ്സ്. നമ്മൾ ഒക്ടലിൽ കണ്ട 3ന്റെ അല്ല 4ന്റെ ഗ്രൂപ്പ് ആക്കാണ്. അപ്പൊ ഇവിടെ ഒരു 4 എണ്ണത്തിന് ഗ്രൂപ്പ് ആക്കും. ഒരു 0 കിട്ടും 4. 2 ഗ്രൂപ്പ് ഉണ്ട് 4 എണ്ണത്തിന്റെ. ഓക്കെ, വി ഹാവ് എ 7 ഡിജിറ്റ് നമ്പർ. ഒരു 0 മുന്നിൽ ആഡ് ചെയ്തിട്ട് 0101ന്റെ ഒരു ഗ്രൂപ്പ് 1110. ഇനി ഇത് ഈക്വാലിറ്റി എത്രയാണെന്ന് നോക്കുന്നു. 0101 മീൻസ് 5. 1110 മീൻസ് ഇ ആണ്. ഇ എന്നുള്ള അക്കാണ്. ഏറ്റവും വലിയ സംഖ്യക്ക് തൊട്ട് മുമ്പുള്ള സംഖ്യയാണ്. ഏറ്റവും വലിയ സംഖ്യ ഹെക്സാഡെസിമലില് അക്കത്തിന് കറസ്പോണ്ടിങ് ആയ സംഖ്യ എഫ് അല്ലേ? 1111 ആയിരിക്കും. അതിന് തൊട്ട് മുമ്പ് 1110. അതാണ് ഇ. സോ 5e ആണ് ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ. ഇനി പോയിന്റ് ഉള്ള ഒരു സംഖ്യ നോക്കുക. അവിടെ സെയിം മെത്തേഡ്. പോയിന്റ് മുമ്പുള്ളത് നമ്മൾ 4 എണ്ണത്തിന് ഗ്രൂപ്പ് ആക്കാണ്. 4 എണ്ണത്തിന് ഗ്രൂപ്പ് ആക്കാണ്. പോയിന്റിന് ശേഷമുള്ളത് നമ്മൾ 4 എണ്ണത്തിന് ഗ്രൂപ്പ് ആക്കാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് മുമ്പുള്ളത് ഈ ആരോ മാർക്ക് കാണിച്ച ഡയറക്ഷനിൽ ഡിവൈഡ് ചെയ്യുന്നു, മറ്റേത് ആ ഡയറക്ഷനിൽ. സോ വി ഗെറ്റ് ദ നമ്പർ 1011 മീൻസ് ബി, 41 means F, 011 means 7. So we get the number BF.7. That is the equivalent hexadecimal number. ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ ഇതാണ്. ഓക്കെ, സോ ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷനും വളരെ എളുപ്പമാണ്. സോ വി സ്റ്റഡീഡ് ഹൗ ടു കൺവേർട്ട് octal to binary, then binary to octal, then we studied how to convert binary to hexadecimal. ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഹെക്സാഡെസിമൽ ടു ബൈനറി. ഇതൊക്കെ പരസ്പരം ബന്ധമുള്ള മെത്തേഡ്സ് ആണ്. 4 എണ്ണം നമ്മൾ പഠിക്കുന്നത് ഓർത്തിരിക്കണം. A6916 ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയത് മാറ്റാന്നുള്ളത്. കാരണം ഓരോ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, നേരത്തെ നമ്മൾ ഒക്ടലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒക്ടലിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ബിറ്റ് എഴുതിയെങ്കിൽ ഇവിടെ 4 ബിറ്റ് ബൈനറി ഈക്വാലന്റ് എഴുതും. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ് 1010 ആണ്. 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ് ബൈനറി ഈക്വാലന്റ് 011 ആണ്. 9 കറസ്പോണ്ടിങ് 1001 ആണ്. എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3AC 100 1010 0111 1001 ഇങ്ങനെ കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? അതായത് ഓരോന്ന് ആ സംഖ്യനെ കുറച്ച് അകത്തി എഴുതുക. നേരത്തെ നമ്മൾ 3 ബിറ്റിന്റെ ആണ് ഒക്ടലിന്റെ കേസിൽ എഴുതുന്നത്. ഇവിടെ ഹെക്സാഡെസിമലിന്റെ കേസിൽ 4 ബിറ്റ് ഇക്വാലന്റ് എഴുതുന്നു. അത് ഞാൻ ഒരുമിച്ച് എഴുതുന്നു. വളരെ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. ഇനി 3AC പോയിന്റ് ബി നിങ്ങൾക്ക് ഊഹിക്കാം. 3ക്ക് കറസ്പോണ്ടിങ് 011 എഴുതുന്നു, എക്ക് കറസ്പോണ്ടിങ് 1010 എഴുതുന്നു, സിക്ക് കറസ്പോണ്ടിങ് 1100 എഴുതുന്നു, പോയിന്റ് ഇടുന്നു. ബിക്ക് കറസ്പോണ്ടിങ്
1 0 1 1 എഴുതുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുന്നു. അഡീഷൻ സബ്സ്ട്രാക്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ബൈനറി അഡീഷൻ, ബൈനറി സബ്സ്ട്രാക്ഷൻ. ബൈനറി നമ്പറുകളെ എങ്ങനെ ആഡ് ചെയ്യാം, ബൈനറി നമ്പറുകളെ എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാം, ഇതൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം ബൈനറി നമ്പറിന്റെ അഡീഷന് കുറച്ച് റൂൾസ് ഉണ്ട്. അത് ജസ്റ്റ് നമ്മൾ വളരെ സിമ്പിൾ ആണ്, നോക്കുക. അതായത് 0യും 0യും രണ്ട് ബൈനറി നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ട് 0 ആയിരിക്കും. 1ഉം 0യും 1 ആയിരിക്കും. നമുക്കത് ഊഹിക്കാം. 0യും 1ഉം 1 ആയിരിക്കും. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ്. 1ഉം 1ഉം ആഡ് ചെയ്യുന്ന സമയത്ത് 0 കിട്ടും, 1 ക്യാരിയാണ്. തൊട്ട് മുമ്പത്തെ നമ്പറിനോട് 1 ആഡ് ചെയ്യണം. നമ്മൾ സാധാരണഗതിയിൽ ഡെസിമൽ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് 10ൽ കൂടുതലായ ഒരു സംഖ്യ വരുന്ന സമയത്ത് നമ്മൾ ആ നമ്പർ, അറ്റത്തെ നമ്പർ അവിടെ ഇട്ട് ഒരു അഡീഷണൽ നമ്പർ തൊട്ടിപ്പുറത്തെ സംഖ്യയോട് കൂട്ടുന്ന പോലെ ഇവിടെ അങ്ങനെ തന്നെ 1ഉം 1ഉം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സംഖ്യ 10 ആണെന്ന് വിചാരിക്കുക. അതായത് 0 നമ്മൾ എഴുതി, തൊട്ട് മുമ്പിലുള്ള 1 നമ്മൾ തൊട്ടിപ്പുറത്തെ കോളത്തിലേക്ക്, തൊട്ടിപ്പുറത്തെ നമ്പറിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ തിരിയും. നമ്മൾ ഒരു സംഖ്യ 1001, അതിനോട് എനിക്ക് ആഡ് ചെയ്യേണ്ടത് 101 ആണ്. ഓക്കെ, നോക്കുക, ആഡ് ചെയ്യുന്ന നോക്കുക. 1ഉം 1ഉം തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നാലാമത്തെ അഡീഷണൽ റൂൾ ഇപ്പം തന്നെ നമുക്ക് പ്രാവർത്തികമാക്കണം. കിട്ടുന്നത് 0. ഒരു 1 ഉണ്ട് തൊട്ടിപ്പുറത്ത് ആഡ് ചെയ്യാൻ. 0യും 0യും ആഡ് ചെയ്യുമ്പോൾ 0, അതിനോട് 1 കൂട്ടുമ്പോൾ ക്യാരി വന്നു. 1 1 ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാരി വന്നു 1. 0യും 0യും തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 0 വന്നു, പ്ലസ് 1 വരുമ്പോൾ 1 ഇവിടെ വന്നു. പിന്നെ 0യും 1ഉം നമ്മളുടെ മൂന്നാമത്തെ അഡീഷണൽ റൂള്, കിട്ടുന്ന ആൻസർ 1. ലാസ്റ്റ് 1 താഴെ 0 നമുക്ക് വെറുതെ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരുന്നു? 0യും 1ഉം 1. ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ പറയാം, ഇത്രയേ ഉള്ളൂ. 1ഉം 1ഉം ആഡ് ചെയ്യുന്ന സമയത്ത് 0 വരുന്നു, ക്യാരി ഉണ്ട്, അത് തൊട്ടിപ്പുറത്തേക്ക് പോകും. ആ 1 അടുത്തുള്ള രണ്ട് 0യും തമ്മിൽ ആ 1 ആഡ് ചെയ്യുന്ന സമയത്ത് 1 വരുന്നു. ഓക്കെ, ഇനി 0യും 1ഉം ആഡ് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ അഡീഷണൽ റൂള് 1 വരുന്നു. തൊട്ടിപ്പുറത്ത് 1 ഉണ്ട്, ആ 1ഉം താഴെ ഒന്നും കാണുന്നില്ല, വേണം നമുക്ക് വെറുതെ ഒരു 0 എവിടെ ഇടാം. ആഡ് ചെയ്യുന്ന സമയത്ത് 1 0, രണ്ടാമത്തെ അഡീഷണൽ റൂളാണ് 1 വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1 1 1 0 എന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്നു. സബ്സ്ട്രാക്ഷൻ, ബൈനറി സബ്സ്ട്രാക്ഷൻ. ബൈനറി സബ്സ്ട്രാക്ഷനും ഇതുപോലെ സബ്സ്ട്രാക്ഷൻ റൂൾസ് ഉണ്ട്. നോക്കുക, റൂൾസ് ശ്രദ്ധിക്കുക. 0യിൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും. 1ൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. 1ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും. 0യിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 ആണ് വിത്ത് ബോറോ 1. നമ്മൾ അറിയാലോ, നമ്മൾ തൊട്ടിപ്പുറത്ത് കടമെടുത്ത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ 7ൽ നിന്ന് 9 കുറയ്ക്കുന്നു, പറ്റില്ല. അപ്പൊ നമ്മൾ ഇപ്പുറത്തുനിന്ന് ഒരു 1 എടുത്ത് 7നെ 17 ആക്കി 17 9 കുറയ്ക്കുന്നു. ആ രീതിയിൽ തന്നെ ഇവിടെ 0യിൽ നിന്ന് 1 കുറയ്ക്കേണ്ട സാഹചര്യത്തിൽ നമുക്ക് ഒരു തൊട്ടിപ്പുറത്ത് നമ്പർ എടുത്ത് കുറയ്ക്കുന്നു. ഇത്രയും 4 സബ്സ്ട്രാക്ഷൻ റൂൾസ്. നമ്മൾ ഇത് ഒരു എക്സാമ്പിൾ കാണാം. 1 0 1 1 0. അതിൽ നിന്ന് നമുക്ക് കുറയ്ക്കേണ്ടത് 1 1 0 1. ആദ്യം 0യിൽ നിന്ന് 1 കുറയ്ക്കണം. ആദ്യം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള വന്നു. 0യിൽ നിന്ന് 1 കുറയ്ക്കുന്ന സമയത്ത് റിസൾട്ട് എത്രയാണെന്ന് നോക്കണം. 1 ആണ്. അതായത് 1 ഇപ്പുറത്തുനിന്ന് എടുത്തു. 1 ഇപ്പുറത്തുനിന്ന് എടുത്ത് ആ 0നെ 10 ആക്കി മാറ്റി അതിൽ നിന്ന് 1 കുറയ്ക്കുകയാണ് ചെയ്ത്. 1 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1. ഓക്കെ, ഇനി പിന്നെ നമുക്ക് തൊട്ടിപ്പുറത്തപ്പോൾ എത്രയാണുള്ളത്? 0 ആണ്. അപ്പൊ 0യിൽ നിന്ന് 0, ആദ്യത്തെ സബ്സ്ട്രാക്ഷൻ റൂൾ 0. പിന്നെ 1ൽ നിന്ന് 1 0. 0യിൽ നിന്ന് 1 വീണ്ടും വന്നു, തൊട്ടിപ്പുറത്തുള്ളത് വന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1. അത് 1 ഇതിനോട് ചേർന്ന് നിന്ന് 10 ആയി മാറി. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ വീണ്ടും റിസൾട്ട് 1. ഇപ്പുറത്തുള്ള 1 അപ്പം 0 ആയിട്ട് മാറി. ശ്രദ്ധിക്കുക, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 0യിൽ നിന്ന് 1 കുറയ്ക്കുന്നു, പറ്റില്ല. തൊട്ടിപ്പുറത്ത് 1 അതിനോട് ചേർന്ന് 10 ആയി മാറി. 10ൽ നിന്ന് 1, അപ്പൊ കിട്ടുന്ന ആൻസർ 1 ആണ്. നിങ്ങൾ 0യിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1 താഴെ എഴുതി 1 ഇപ്പുറത്ത് എടുക്കുക. ഓക്കെ, അപ്പൊ അത് 0 ആയി മാറി. അത് നാലാമത്തെ സബ്സ്ട്രാക്ഷൻ റൂൾ ആണ്. അത് 0 ആയി മാറി. 0യിൽ നിന്ന് 0 0, 1ൽ നിന്ന് 1 0, അത് മൂന്നാമത്തെ സബ്സ്ട്രാക്ഷൻ റൂള്. പിന്നെ 0യിൽ നിന്ന് 1 വീണ്ടും വന്നു, തൊട്ടിപ്പുറത്ത് 1 ഉണ്ട്, അതിങ്ങെടുത്തു, 10 ആയി മാറി. എന്ത് ചെയ്തു? 10 ആയി മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൽ നിന്ന് 1 കുറയ്ക്കാം. അപ്പൊ നമുക്ക് 1 കിട്ടി. ഇപ്പുറത്തെ 1 എടുത്തു കഴിഞ്ഞല്ലോ, അപ്പൊ അവിടെയുള്ളത് 0. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1 0 0 1. ഇതാണ് ബൈനറി സബ്സ്ട്രാക്ഷൻ. ഇനി നമുക്ക് ഈ ബൈനറി സബ്സ്ട്രാക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വേറൊരു സെക്ഷനിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്പർ കൺവേർഷൻസ് പഠിച്ചു കഴിഞ്ഞു. നമ്പർ കൺവേർഷൻസിന് ശേഷം നമ്മൾ പഠിച്ചത് ബൈനറി അഡീഷനും ബൈനറി സബ്സ്ട്രാക്ഷനും. ശേഷം നമ്മൾ ഈ പറഞ്ഞ വിവിധ തരം ഡേറ്റ റെപ്രസെന്റേഷനെ പറ്റിയാണ്.
Okay. Data representation in computers. കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിന് കുറേ ലിമിറ്റേഷൻസ് ഉള്ള കാര്യം നമുക്കറിയാമല്ലോ. ബൈനറി നമ്പറുകളായിട്ട് ആണ് സ്റ്റോർ ചെയ്യുന്നത്, സർട്ടൻ ബിറ്റ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാം? അപ്പോൾ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന നമ്പറുകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ്. ഈ നമ്പറുകൾ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും സിമ്പിൾ എന്തായിരിക്കാം? ഇൻറ്റീജർ ആയിരിക്കും, ഹോൾ നമ്പേഴ്സ് ആണ്. ഹോൾ നമ്പറുകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ. So we are discussing about data. Data means that is of different types. That may be an image, sometimes that will be a video file, whatever it is, everything may be a data. Among the data, we will discuss about the smallest and simplest thing is numbers. So how to represent numbers, that we will discuss initially. Among the numbers, the simplest one is integers. So we will start from the simple one. Means we will study how can we represent integers. Integersനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മൂന്ന് തരത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. We will say that a sign and magnitude method, second one is ones complement method, third one is twos complement method. നമ്മൾ ഈ മൂന്ന് മെത്തേഡുകൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഏറ്റവും ആദ്യം സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്. എന്താണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈനും മാഗ്നിറ്റ്യൂഡും ഉള്ള ഒരു നമ്പറിനെ അതിൻ്റെ സൈനോട് കൂടി എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുക? ഓക്കെ, അത് റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്. ഈ മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. അസ്യൂം ചെയ്യുക നമ്മുടെ കയ്യിൽ 8 ബിറ്റ് ആണുള്ളത്. 8 ബിറ്റ് മീൻസ് 1 ബൈറ്റ്. ഓക്കെ, ഈ 1 ബൈറ്റിലാണ് നമുക്ക് ഈ നമ്പർ റെപ്രസെന്റ് ചെയ്യേണ്ടത് വിചാരിക്കുക. അതിന് പറ്റുന്ന ചെറിയ നമ്പറാണ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ വലിയ നമ്പറാണെങ്കിൽ കൂടുതൽ ബൈറ്റുള്ള റെപ്രസെന്റേഷൻ ടെക്നിക്ക് വേണം. ഇവിടെ നമ്മൾ ഏറ്റവും സിമ്പിൾ തുടങ്ങാണ്. ഒരു ബൈറ്റ് ആണ് എല്ലാ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിലുള്ള നമ്പർ 27 എന്ന് പറയുന്ന നമ്പറാണ്. ഓക്കെ, ഈ 27 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെയാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോമിൽ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുക? അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നോക്കുക, 27 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി ഫോം ഇതാണ് 11011. അതെങ്ങനെ കണ്ടുപിടിക്കാം? 27നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, യു വിൽ ഗെറ്റ് വാട്ട് this remainder 1 and it will go how many times in 27? 27 13 times. പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് താഴെ എത്തുമ്പോൾ റിമൈൻഡേഴ്സ് നമുക്ക് കിട്ടും 1 താഴെ മുകളിലേക്ക് റിമൈൻഡേഴ്സ് റൈറ്റ് ചെയ്യുമ്പോൾ 11011 കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ ബൈനറി ഫോം ഓഫ് 27. അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ നമ്മൾ 7 ബിറ്റ് ഫോമിലേക്ക് മാറ്റണം. 8 ബിറ്റ് അല്ല, 7 ബിറ്റ്. 7 ബിറ്റ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ 11011 അല്ലേ നമ്പർ, എത്ര ബിറ്റ് ഉണ്ട്? 5 ബിറ്റ് ഉണ്ട്. സോ 7 ബിറ്റ് ആക്കണമെങ്കിൽ യു ഹാവ് ടു ആഡ് 2 more zeros in front. സോ യു വിൽ ഗെറ്റ് 00111011. ഇതാണ് 7 ബിറ്റ് ഫോം ആരുടെ? 27ന്റെ. ഓക്കെ, ഇനി നമ്മൾ ഈ 27 എന്ന് പറയുന്നത് പോസിറ്റീവ് 27 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്ലസ് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്നാമത്തെ ബിറ്റ്, ഓക്കെ, we will consider that as a sign bit. That will be used to represent sign of the number. 27 പോസിറ്റീവ് നമ്പർ ആണ്, അതിന്റെ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ആ ബിറ്റിൽ നമ്മൾ 0 ആഡ് ചെയ്യും. സോ ദ ഫസ്റ്റ് ബിറ്റ് മീൻസ് MSB, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അതിൽ 0 കണ്ടു കഴിഞ്ഞാൽ what does it mean? That particular number is a positive number. Okay, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിലാണ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ ബിറ്റിൽ 0 കണ്ടു കഴിഞ്ഞാൽ ആ നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് സൈൻ ബിറ്റ്. ഓക്കെ, 0 for പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും വരിക? 1 ആയിരിക്കും വരിക. സോ 27 എന്നുള്ളതിന് പകരം -27 ആണ് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ബിറ്റ് വിൽ കണ്ടെയ്ൻ എ വാല്യൂ 1. ഫോർ എക്സാമ്പിൾ -21 ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ നോക്കുന്നു. -21 മീൻസ് 10101 എന്ന നമ്പറാണ്. അപ്പൊ ഈ നമ്പറും 5 ബിറ്റേ ഉള്ളൂ. 7 ബിറ്റ് ആക്കാൻ വേണ്ടി 2 0 ആഡ് ചെയ്യുന്നു. പിന്നെ മൈനസ് കാണിക്കാൻ വേണ്ടി ഇൻ MSB, ഇൻ സൈൻ ബിറ്റ് ഐ വിൽ ആഡ് 1. ഓക്കെ, 1 ആഡ് ചെയ്യുന്നു. അപ്പം സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോർമാറ്റിൽ -21 എന്ന് പറയുന്നത് 100100101. Okay, so the first bit in sign and magnitude method will be reserved to represent the sign of the number, and the remaining 7 bits are used to represent the magnitude of the number. Okay, we have to convert the number initially to binary format, and after that we have to make that into 7-bit form, and we have to store that number in that
byte. Okay, and the first bit is reserved to represent the sign. And if the number is positive number, the sign bit will contain 0, and if it is negative number, the sign bit will contain 1. അത് മാറിപ്പോകരുത്. കാരണം പോസിറ്റീവ് എന്ന് വിചാരിക്കുന്നത് നമ്മൾ എപ്പോഴും മനസ്സിൽ വരിക ചിലർ മിക്കവാറും ആൾക്കാരുടെ കേസിൽ 1 ആയിരിക്കും സൈൻ ബിറ്റ് എന്നാണ്. അല്ല, പോസിറ്റീവ് ആണെങ്കിൽ 0 ആണ് സൈൻ ബിറ്റ്, നെഗറ്റീവ് ആണെങ്കിൽ 1 ആണ് സൈൻ ബിറ്റ്. ഇതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. സോ വാട്ട് ഈസ് മീൻ ബൈ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്? ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് ഇറ്റ്സ് സ്റ്റെപ്സ് ആർ വെരി സിമ്പിൾ. First step, convert that number into binary. Second step, convert that into 7-bit form. Third step, 7-bit form means by adding zeros in front. Then third step, add 0 if the number is positive, add 1 if the number is negative into the MSB. Okay, most significant bit ആദ്യത്തെ ബിറ്റിൽ 0 ആഡ് ചെയ്യുക പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, 1 ആഡ് ചെയ്യുക നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ. ഇങ്ങനെ 3 സ്റ്റെപ്പിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് കഴിഞ്ഞു. ഓക്കെ, ഇനി വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് കുറച്ചും കൂടെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു മെത്തേഡ് ആയിരിക്കും വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, എന്നാലും അധികം ബുദ്ധിമുട്ടൊന്നും പറയേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. പോസിറ്റീവ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ പോസിറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ആ പറഞ്ഞ ബൈനറി ഇക്വാലിറ്റി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈനറിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണ് വൺസ് കോംപ്ലിമെന്റ്. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡിലുള്ള ആ പർട്ടിക്കുലർ നമ്പറിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബൈനറി ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ കിട്ടുന്ന നമ്പർ തന്നെയാണ്. നമ്മൾ അതിനെ 8 ബിറ്റ് ഫോർമുലയിലേക്ക് മാറ്റും, അത്രേ ഉള്ളൂ. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 11 എന്ന് പറയുന്ന നമ്പർ, 11 എന്ന് പറയുന്ന നമ്പർ, അതിനെ ഞാൻ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ ഐ വിൽ ഗെറ്റ് 1011. ഓക്കെ, സോ ദ ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് 11 ഈസ് 1011. So that is only, I have only 4 bits. So to make it that 8, I will add 4 bits in front. 4 ബിറ്റുകൾ അതിന്റെ മുന്നിൽ ആഡ് ചെയ്യും. So I will get 00001011. ഓക്കെ, അത്രയും കിട്ടുന്നു. ഇനി നോക്കിയേ, ഇനി നമ്മൾ ഈ പറഞ്ഞ, അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് വെച്ചാൽ 11 പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് അടുത്ത് പറയുമ്പോൾ കാര്യം പിടികിട്ടും. ഇനി എനിക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത് -11 ആണെന്ന് വിചാരിക്കുക. -11 ആണെങ്കിൽ അതിന്റെ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡിലുള്ള റെപ്രസെന്റേഷൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. സോ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു initially change the number into binary form. Secondly, we have to make that into 8-bit form by adding zeros in front. Then we have to change zeros into 1, ones into zeros. നോക്കും മനസ്സിലാവും. അതായത് -11 ഞാൻ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം 11 അതിന്റെ മാഗ്നിറ്റ്യൂഡ് 11 ആണ്. 11 എന്ത് കാണണം? ബൈനറി ഇക്വാലിറ്റി കാണണം. ദാറ്റ് ഈസ് ഈക്വൽസ് വിത്ത് 1011. അത് കഴിഞ്ഞ് 11 അതിന് മുന്നിൽ 4 സീറോസ് ആഡ് ചെയ്യുമ്പോൾ 00001011 കിട്ടും. അതിനെ 8 ബിറ്റ് ഫോമിലേക്ക് മാറ്റി. നിങ്ങൾ ഓർത്ത് നോക്കുക, മുമ്പ് പഠിച്ചത് നമ്മൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് 7 ബിറ്റിലേക്ക് മാറ്റി സൈൻ അനുസരിച്ച് ഫ്രണ്ടിൽ ആഡ് ചെയ്യാണ് ഒരു 1 or 0. ഓക്കെ, ഇവിടെ നമ്മൾ നേരിട്ട് ബൈനറി നമ്പറിനെ 8 ബിറ്റിലേക്ക് മാറ്റും. എന്ന് പറഞ്ഞാൽ 4 ബിറ്റുള്ള ബൈനറി നമ്പർ ആണെങ്കിൽ 4 പൂജ്യം കൂടെ ആഡ് ചെയ്ത് 00001011 ഇവിടെ കിട്ടിയ പോലെ. അതിനുശേഷം ഇവിടെ എനിക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത് അത് +11 ആകുന്നുള്ളൂ, റെപ്രസെന്റ് ചെയ്യുന്നത് -11 ആണ്. സോ വാട്ട് ഐ വിൽ ഡു, ഐ വിൽ ചേഞ്ച് ദി സീറോസ് ഇൻറ്റു 1 ആൻഡ് വൺസ് ഇൻറ്റു സീറോസ്. നോക്കുക, മുകളിൽ കാണുന്ന 1 ആണെങ്കിൽ അത് 0 ആയിട്ട് മാറും. അവസാനത്തെ 2 1കൾ 0 ആയി, അതിനുമുമ്പുള്ള 0 1 ആയി, അതിനുമുമ്പുള്ള 1 0 ആയി, പിന്നെയുള്ള 4 സീറോസ് 1 ആയി മാറി. സോ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഓഫ് -11 ഈസ് ഈക്വൽസ് വിത്ത് 11110100. 4 1 പിന്നെ 0 പിന്നെ 1 2 0. സോ ഇറ്റ്സ് വെരി ക്ലിയർ. വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് വളരെ ക്ലിയർ ആണ്. ഓക്കെ, അതായത് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ പോസിറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വളരെ ഈസി. We have to convert that into binary format and we have to make that into 8-bit form. Okay, 8-bit formiലേക്ക് മാറ്റണം. And if the number is a negative number, a bit more complicated, we have to convert that into binary format and we have to make that into 8-bit form. Same. Then after that, we have to find the ones complement of that particular number. Means all ones must be changed to 0, all zeros must be changed to 1. Then that particular number will be the ones complement representation of that particular negative number. Okay, അപ്പോൾ നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി
3 സ്റ്റെപ്പ് വിചാരിക്കുക. ആദ്യം ബൈനറി കാണുക, അത് കഴിഞ്ഞ് 8 ബിറ്റ് ഫോമിൽ മാറ്റുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 1നെ എല്ലാം 0യും 0നെ എല്ലാം 1ഉം ആക്കി മാറ്റുക. പോസിറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല, ആ അവസാനത്തെ സ്റ്റെപ്പ് ആവശ്യമില്ല. ഇതാണ് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ഇനി നമ്മൾ കാണുന്നത് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡാണ്. ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ആ മെത്തേഡ് കണ്ട് നമുക്ക് പഠിക്കാം. 11, 10 എന്ന് പറയുന്നതിന്റെ ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ആദ്യം നമ്മൾ ആ നമ്പറിനെ ബൈനറിയിലേക്ക് മാറ്റുന്നു. ഓക്കെ, ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ ഐ ഗോട്ട് 1011. Then I will make that into 8-bit form. Means by adding 4 zeros in front, I will get 0000 1011. Then I will അത്രയേ ഉള്ളൂ. അതാണ് ടൂസ് കോംപ്ലിമെന്റ് ഓഫ് 11, 10 എന്ന് പറയുന്നത്. ഓക്കെ, 11 എന്ന് പറയുന്ന നമ്പറിന്റെ പോസിറ്റീവ് നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണാൻ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ബൈനറിയിലേക്ക് മാറ്റുക, 8 ബിറ്റ് ഫോമിലേക്ക് മാറ്റുക. അപ്പൊ അതായത് ഒരു പോസിറ്റീവ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റും അതേ പോസിറ്റീവ് നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റും സെയിം ആയിരിക്കും. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് ആയിക്കോട്ടെ ടൂസ് കോംപ്ലിമെന്റ് ആയിക്കോട്ടെ, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ കാണാൻ വളരെ എളുപ്പമാണ്. ബൈനറിയിലേക്ക് മാറ്റി 8 ബിറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ മതി. പക്ഷേ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായി. നമുക്കാണ്ട് നെഗറ്റീവ് 11ന്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോം ആണ്. ആദ്യം നമ്മൾ ബൈനറിയിലേക്ക് മാറ്റുന്നു, പിന്നെ അതിന്റെ മുമ്പിൽ 4 0 ആഡ് ചെയ്യുന്നു, 2 സ്റ്റെപ്പായി. അങ്ങനെ 8 ബിറ്റ് ഫോമിലേക്ക് മാറ്റി. പിന്നെ അതിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണുന്നു, മീൻസ് എല്ലാ സീറോസും 1 ആക്കി മാറ്റുന്നു. സോ ഐ വിൽ ഗെറ്റ് 00 1111 01 00. All ones are changed into zeros and all zeros are changed into 1. അങ്ങനെ വൺസ് കോംപ്ലിമെന്റ് കിട്ടി. Then I must add 1 to this. 1 എന്നുള്ള സംഖ്യ ഇതിനോട് ആഡ് ചെയ്യണം. So I will add 1 to this. When I add 1 to this, I will get two's complement of that negative number, means 1 number 3 ആണ് 1 1 1 1 0 1 0 1. ഓക്കെ, അവസാനത്തെ 0യോട് ഒരു 1ഉം കൂടെ ആഡ് ചെയ്തു. അപ്പൊ അത് ആ 0യുടെ സ്ഥാനത്ത് 1 വന്നു. അപ്പൊ നോക്കിയേ, ഒരു പോസിറ്റീവ് നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണാൻ വളരെ എളുപ്പം. അതിനെ ബൈനറിയിലേക്ക് മാറ്റുക, അതിനെ 8 ബിറ്റ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുക. ഇതേ മെത്തേഡ് തന്നെയാണ് ആ പോസിറ്റീവ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണാനും. ഇനി ആ നെഗറ്റീവ് നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ട്. എന്താ ചെയ്യേണ്ടത്? ബൈനറിയിലേക്ക് മാറ്റുക, ആദ്യത്തെ സ്റ്റെപ്പ്. 8 ബിറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുക, രണ്ടാമത്തെ സ്റ്റെപ്പ്. വൺസ് കോംപ്ലിമെന്റ് കാണുക, എങ്ങനെ എല്ലാ സീറോസും 1 ആക്കുക, എല്ലാ വൺസും സീറോസ് ആക്കുക. അങ്ങനെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞില്ല, അതിനോട് 1 ആഡ് ചെയ്യുക. അങ്ങനെ 4ാമത്തെ സ്റ്റെപ്പിലാണ്. 4 സ്റ്റെപ്പ് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ ടൂസ് കോംപ്ലിമെന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ നെഗറ്റീവ് നമ്പർ. ഓക്കെ, ഇതാണ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. സോ വി സ്റ്റഡീഡ് ദ 3 മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റിങ് ഇന്റീജേഴ്സ്. ഇനി നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിന് വേറെ പേരുണ്ട്, റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പറുകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഓർ റിയൽ നമ്പേഴ്സ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകളെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ we have to represent that in Mandisa exponent form. ഓക്കെ, എങ്ങനെയാണ്, എന്താണ് ഈ മാൻഡിസ എക്സ്പോണന്റ് ഫോം എന്ന് കാണാം. 25.75 എന്ന് പറയുന്ന നമ്പർ. ഇതിനെ മാൻഡിസ എക്സ്പോണന്റ് ഫോമിൽ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടുന്നത് വെച്ചാൽ, ഏറ്റവും അറ്റത്തേക്ക് പോയിന്റ് കൊണ്ടുപോവുക. 25 എന്ന് പറഞ്ഞാൽ 0.2575 ആക്കി മാറ്റുക. അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്ക് പോയിന്റ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ 25 കിട്ടുള്ളൂ, അല്ലേ? 0.2575നെ നമ്മൾ 10 കൊണ്ട് ഗുണിച്ചാൽ 2.5 ആവും. 100 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ നമുക്ക് 25.75 കിട്ടുള്ളൂ. 100 കൊണ്ട് ഗുണിച്ചാൽ 100 മീൻസ് 10⁻². ഓക്കെ, അതായത് ആ പർട്ടിക്കുലർ നമ്പറിനെ നമ്മൾ മാൻഡിസ എക്സ്പോണന്റ് ഫോമിലേക്ക് മാറ്റുക എന്ന് വെച്ചാൽ, ആ പർട്ടിക്കുലർ നമ്പർ 0 നമ്പർ ആ നമ്പർ എന്നുള്ള രീതിയിൽ എഴുതുക, ഇൻറ്റു എത്ര കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ നേരത്തെ ഉള്ള നമ്പർ കിട്ടും എന്നുള്ള രീതിയിൽ എഴുതുക. അപ്പൊ അതായത് എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തിരിയും. 25.75 when I am expressing in Mandisa exponent form, I will get 0.2575 into 10⁻². ഈ 0.2575 into 10⁻² എന്ന് പറയുന്നത് 25.75 ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ വളരെ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ എഴുതുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. ആ പോയിന്റിനോട് ചേർന്ന് പൂർണ്ണസംഖ്യ, ഒരു നോൺ സീറോ നമ്പർ നിൽക്കണം. പോയിന്റിന്റെ ഇപ്പുറത്ത് 0 വേണം. അതായത് നിങ്ങൾ 2.575 into 10⁻1 എന്ന് എഴുതിയാൽ ശരിയല്ല. മെത്തേഡ് ഇങ്ങനെയാണ്, 0.2575 into 10⁻². ഇതിനകത്തെ 0.2575നെയാണ് നമ്മൾ
മാൻഡിസ പാർട്ട് എന്ന് പറയുന്നത്. ആ 10⁻²2 എന്ന് പറഞ്ഞു വരുന്നതാണ് എക്സ്പോണന്റ് പാർട്ട്. ഓക്കെ, ഓർ യു ക്യാൻ സേ 2 ഈസ് ദ എക്സ്പോണന്റ്. 2 എന്ന് പറയുന്നതാണ് എക്സ്പോണന്റ്. 0.2575 അതാണ് മാൻഡിസ. ഇനി മാൻഡിസയ്ക്ക് വേണ്ടിയിട്ട് ഇത് 16 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. മാൻഡിസ നമ്മൾ 10 ബിറ്റ് റെപ്രസെന്റ് ചെയ്യും. 6 ബിറ്റ് ഈസ് റിസർവ്ഡ് ഫോർ എക്സ്പോണന്റ്. അതായത് 2 റെപ്രസെന്റ് ചെയ്യാൻ, 2 എന്നുള്ള നമ്പറിന്റെ ബൈനറിയിലാക്കി അതിനെ റെപ്രസെന്റ് ചെയ്യാൻ 6 ബിറ്റുകൾ ഉപയോഗിക്കും. 0.2575 എന്നുള്ള നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 10 ബിറ്റ്സ് ഉപയോഗിക്കും. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി ഇത് നിങ്ങൾ പിന്നെ 32 ബിറ്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ മാൻഡിസയ്ക്ക് വേണ്ടി 24 ബിറ്റ്സ് ഉപയോഗിക്കും. എക്സ്പോണന്റിന് വേണ്ടി 2 സ്ഥാനത്ത് 8 ബിറ്റ്, 6 സ്ഥാനത്ത് 8 ബിറ്റ് ഉപയോഗിക്കും. സോ 24 bits for reserved for Mandisa to represent Mandisa part, and 8 bit is used to represent exponent part. Total is 32. അതായത് 4 byte ഉള്ള 32 ബിറ്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് റിയൽ നമ്പറിനെ റെപ്രസെന്റ്. വളരെ സിമ്പിൾ ആണ് റിയൽ നമ്പർ റെപ്രസെന്റേഷൻ. വളരെ അപൂർവമായിട്ട് പരീക്ഷയ്ക്ക് കൊണ്ട് ചോദിക്കാറുള്ളൂ. ആ നമ്പറിനെ മാൻഡിസ എക്സ്പോണന്റ് ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാൻഡിസ എക്സ്പോണന്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10⁻² ഒരു പവറിൽ എഴുതുന്നതാണ് മാൻഡിസ എക്സ്പോണന്റ് ഫോം. അതിലെ ആദ്യത്തെ പാർട്ടിന് മാൻഡിസയ്ക്ക് വേണ്ടി കുറച്ച് ബിറ്റുകളും 24 ബിറ്റുകളും എക്സ്പോണന്റിന് വേണ്ടിയിട്ട് 8 ബിറ്റും 32 ബിറ്റ് ഫോർമാറ്റിൽ യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട ക്യാരക്ടർ റെപ്രസെന്റേഷനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന ഡേറ്റ റെപ്രസെന്റേഷനെ പറ്റിയാണല്ലോ. അതിനകത്ത് ആദ്യം നമ്പറുകൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് പഠിച്ചത്. നമ്പറിൽ ആദ്യം പഠിച്ച് ഇൻറ്റീജറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പിന്നെ എങ്ങനെയാണ് ദശാംശ സ്ഥാനമുള്ള സംഖ്യകൾ, അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് ഉണ്ട്, അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതിനെ മാൻഡിസ എക്സ്പോണന്റ് ഫോമിൽ. ഇനി നമ്മൾ പഠിക്കുന്ന നമ്പർ വിട്ടു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ ഈസ് ക്യാരക്ടർ. ക്യാരക്ടറുകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കുറേ സ്കീംസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ മെമ്മറിയിൽ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകളുണ്ട്. ഒന്നാമത്തേത് ആസ്കി എന്ന് പറയുന്ന ക്യാരക്ടർ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്ന സ്കീമാണ്. ഓക്കെ, ആസ്കി കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇവിടെ ഈ ഫോമിൽ പിന്നെ 7 ബിറ്റ്സ് റെപ്രസെന്റ് 7 ബിറ്റ് കോഡാണ്. 7 we can represent 2⁻7 ക്യാരക്ടേഴ്സിനെ 128 ക്യാരക്ടറുകളെ റെപ്രസെന്റ് ചെയ്യാം. ഓരോ ക്യാരക്ടറും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പിന്നെ ആസ്കി നമ്പർ ഉണ്ടാവും. അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓരോ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ആസ്കി, ഓരോ ക്യാരക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ആസ്കി നമ്പർ ഉണ്ടാവും. ആ ആസ്കി നമ്പർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതായത് ഇത്രയേ ഉള്ളൂ. ആസ്കി എന്ന് പറയുന്നത് ക്യാരക്ടറിന് പകരമായിട്ട് ഒരു നമ്പറിനെ ആയിട്ടാണ് റെപ്രസെന്റ്. ഇപ്പൊ എ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ നമ്പർ ഉണ്ടാവും ആസ്കി കോഡിൽ, ബി എന്ന് പറഞ്ഞാൽ വേറൊരു നമ്പർ ഉണ്ടാവും. അങ്ങനെ 128 ക്യാരക്ടറെ വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 7 ബിറ്റ് ഫോർമാറ്റ് ആണ് ആസ്കി. പിന്നെ ആസ്കിനെ ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് വേർഷനൊക്കെ വന്ന സമയത്ത് കുറച്ചും കൂടെ കൂടുതൽ ബിറ്റുകൾ, ഓരോ ക്യാരക്ടറിനും 8 ബിറ്റ് വെച്ച് കൊടുത്തൊക്കെ 256 ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ആസ്കി ഒക്കെ ആയിട്ട് അഡ്വാൻസ് ചെയ്തു. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ റെപ്രസെന്റേഷൻ ടെക്നിക്കാണ്, ക്യാരക്ടർ റെപ്രസെന്റേഷൻ സ്കീമാണ് ആസ്കി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മളിപ്പോൾ ഒരു വാട്സാപ്പിൽ നമ്മളൊരു എ എന്നുള്ള ലെറ്റർ വേറൊരു മൊബൈൽ ഫോണിലേക്ക് അയക്കുകയെന്ന് വിചാരിക്കുക. ആ മൊബൈൽ ഫോൺ അയക്ക് AL ആയിട്ടല്ല റീഡ് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ എ എന്നുള്ളതിന് പകരം ആസ്കിയാണ് രണ്ടിലും ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരു ഭാഷ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. 2 ഫോളോ ചെയ്യുന്ന ആസ്കി ആണെങ്കിൽ എക്ക് പകരമായിട്ടുള്ള ആസ്കി നമ്പർ, എക്ക് പകരമായിട്ടുള്ള ആസ്കി നമ്പർ 011 ആണെന്ന് വിചാരിക്കുക. അതായിരിക്കും അവിടെ എത്തുക. അതിനെ അവിടെ ആ ഫോണ് അതിനെ ഡീകോഡ് ചെയ്ത് അതിനെ എ ആക്കി മാറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. അപ്പൊ ഇങ്ങനെ ക്യാരക്ടറുകളെ നമ്പറുകളാക്കി മാറ്റി റെപ്രസെന്റ് ചെയ്യാനുള്ള ടെക്നിക്കാണ് ഈ ആസ്കി, അല്ലെങ്കിൽ മറ്റ് നമ്മൾ ഇനി പഠിക്കുന്ന ക്യാരക്ടർ റെപ്രസെന്റേഷൻ സ്കീംസ് എല്ലാം. ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടർ റെപ്രസെന്റേഷൻ സ്കീമാണ്. അതിന്റെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. സ്ഥിരമായി ചോദിക്കുന്നതാണ്. ആദ്യ കാലഘട്ടത്തിൽ 7 ബിറ്റ് ഫോർമാറ്റ് ആയിരുന്നു. ഓക്കെ, അതിന് 128 ക്യാരക്ടറുകളെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ 8 ബിറ്റ് ആക്കിയ സമയത്ത് 2⁻8 256 ക്യാരക്ടറുകളെ റെപ്രസെന്റ് ചെയ്യാനുള്ള ശേഷി വന്നു. പിന്നെ അടുത്ത വന്ന വേറൊന്നാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. യൂണിക്കോഡ് 16 ബിറ്റ് യൂണിക്കോഡ് റെപ്രസെന്റേഷനും 32 ബിറ്റ് റെപ്രസെന്റേഷനും ഉണ്ട്. അങ്ങനെ അഡ്വാൻസ്ഡ് ആണ് 32 ബിറ്റ്. അതും ഇതുപോലെ തന്നെ ഒരു ക്യാരക്ടറുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറുകളും പിന്നെ കുറച്ച് സിമ്പലുകളും
അഡീഷണൽ ആയിട്ടുള്ള സിമ്പലുകളും വിവിധ ലാംഗ്വേജുകളിലുള്ള ചിഹ്നങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ യൂണിക്കോഡ് പര്യാപ്തമായിരുന്നു. പിന്നെ യൂണിക്കോഡിന്റെ പല പല വേർഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1991 ഒരു വേർഷൻസ് വന്നു. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ അതിന് ഏകദേശം 16 ബിറ്റ് റെപ്രസെന്റേഷൻ യൂണിക്കോഡിന് 65,536 ക്യാരക്ടറിനെ വരെ റെപ്രസെന്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട് 16 ബിറ്റിന്. ഓക്കെ, അപ്പൊ അങ്ങനെ കൂടുതൽ സിമ്പലുകളെ പല പല രാജ്യങ്ങളിൽ പല പല ഭാഷകളാണ്. ആ ഭാഷകളിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സിമ്പലുകളുണ്ട്. ഇപ്പൊ എ എന്നുള്ള സിമ്പൽ നമ്മളിവിടെ മലയാളമാണ് ആ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള വാക്കുകളുണ്ടല്ലോ, ആ വാക്കിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിക്കോഡ് നമ്പറുകളുണ്ട്. ഓക്കെ, അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിക്കോഡിന് സാധിച്ചു. കുറച്ചും കൂടെ ആസ്കിയേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ പലത് വന്നു. EBC DIC എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. ഇത് ഒരു 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. US കീബോർഡുകളാണ് ഇത് ഫോളോ ചെയ്തിരുന്നത്. 8 ബിറ്റ് ആകുമ്പോൾ 256 ക്യാരക്ടേഴ്സ് ആണ് ഇത് പറ്റുക. ഓക്കെ, ഈ പറഞ്ഞ ക്യാരക്ടർ റെപ്രസെന്റ് IBM അവരുടെ മെഷീനുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അത് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇത് ഏതിനൊപ്പം ആസ്കിക്കൊപ്പം വന്നാണ്. ഇപ്പൊ ആസ്കിയൊക്കെ വന്ന സമയത്ത് ഇന്ത്യക്കാരും ഒരെണ്ണം ഉണ്ടാക്കി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ. അധികം ലൈഫൊന്നും ഉണ്ടായില്ല, കാരണം നമ്മുടെ ഇന്റർനെറ്റിന്റെ കാലത്തിലൊക്കെ ഇന്ത്യൻ കമ്പ്യൂട്ടറുകൾ മാത്രം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരാ. ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഒരു എന്ത് വേണം, യൂണിഫോം ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ A എന്നുള്ള ലെറ്ററിന് നമ്മൾ തീരുമാനിക്കുന്നു, അതിന് പകരം 11 എന്നുള്ള നമ്പർ യൂസ് ചെയ്യുക. വേറെ രാജ്യത്ത് അതിന് പകരം 2 0 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സിമ്പലുകൾ ഡീകോഡ് ചെയ്ത് വരുന്ന സമയത്ത് ഒന്നും തിരിയാത്ത അവസ്ഥയാവും. അതുകൊണ്ട് തന്നെ ഇസ്കി പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് വളരെ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോയി. ഇപ്പൊ നമ്മൾ അതിന് പകരം യൂണിക്കോഡ് ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട 3-4 ക്യാരക്ടർ റെപ്രസെന്റേഷൻ സ്കീംസ്. അപ്പൊ ഇപ്പോൾ ഉള്ളത് ആസ്കി യൂണിക്കോഡാണ്. ആസ്കി ഏറ്റവും ആദ്യം വന്നത്, പിന്നെ EBC DIC, പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, then we have Unicode. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ക്യാരക്ടർ റെപ്രസെന്റേഷൻ സ്കീംസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് കഴിഞ്ഞു, നമ്മളപ്പോൾ ക്യാരക്ടർ റെപ്രസെന്റേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള ടൈപ്പ് ഓഫ് ഡേറ്റ കാണാണ്. അപ്പോൾ നമ്മൾ ഓഡിയോ അല്ലെങ്കിൽ ഇമേജസ്, വീഡിയോ ഫയൽസ്, ഇതൊക്കെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാം, നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണുന്നൊന്നുമില്ല. വി ഹാവ് ഡിഫറെന്റ് ഫോർമാറ്റ്സ് അല്ലേ. ഇമേജസ് ആണെങ്കിൽ JPEG, JPG, PNG ഫോർമാറ്റ്, GIF, ഓക്കെ, BMP. പിന്നെ അങ്ങനെയുള്ള വീഡിയോയ്ക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും MP4, അങ്ങനെയുള്ള AVI ഫോർമാറ്റ്. ഓഡിയോ ആണെങ്കിൽ അറിയാം MP3, MIDI, കുറേ പല ടൈപ്പ് ഫോർമാറ്റുകൾ അവൈലബിൾ ആണ്. ഈ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർമാറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയൽസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്യാരക്ടർ ഡിഫറെന്റ് ഡേറ്റ റെപ്രസെന്റേഷനെ പറ്റി പഠിച്ചു. ആദ്യം നമ്മൾ നമ്പർ റെപ്രസെന്റേഷൻ, നമ്പറിലെ ഇൻറ്റീജർ റെപ്രസെന്റേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡും, വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ്, പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു, ഈ പറഞ്ഞ നമ്പറുകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡിഫറെന്റ് ക്യാരക്ടർ റെപ്രസെന്റേഷൻ സ്കീംസിനെ പറ്റി പഠിച്ചു. ദെൻ വി ഡിസ്കസ് ജസ്റ്റ് സീൻ how to represent, what are the different formats available to represent images or videos, audios, such type of files. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഒന്ന് വീഡിയോ നന്നായിട്ട് 1-2 പ്രാവശ്യം കണ്ടു നോക്കുക. എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.